ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്. ആദ്യം തന്നെ കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. നമ്മൾ നീറ്റിൻ്റെ ഈ സെഷനിൽ നീറ്റിൻ്റെ 1 to 5,000 വരെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ സന്തോഷ് സാറിൻ്റെ ഒരു എൻ്റെ ആവശ്യമുള്ള ഗൈഡൻസ് ഞങ്ങളൊരു യൂട്യൂബിൽ ഇട്ടിട്ടായിരുന്നു. നിങ്ങളത് കണ്ടെന്ന് കരുതുന്നു. ഇല്ലാത്തവരൊന്ന് കാണുക. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് 5,000 വരെയുള്ളവരെ സംബന്ധിച്ച് ഒരു സംശയത്തിൻ്റെ ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും 100% MBBS കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഫലം കിട്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഡൽഹി എയിംസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടിയില്ല, കുറേ പേർക്ക് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ സംശയങ്ങൾ കോഴ്സിനെ സംബന്ധിച്ചാൽ എവിടെ ചേരണമെന്ന് സംബന്ധിച്ചാൽ നിങ്ങളുടെയാണ് തീരുമാനം. ഇപ്പോൾ പല ഈ ദിവസങ്ങളൊക്കെ ആയിട്ട് പലരും ഫോൺ വിളിച്ച് ചോദിക്കുന്നത് എനിക്ക് കോഴിക്കോട് കിട്ടും അതോ എയിംസിൽ പോകണോ. അത് നിങ്ങളാണ് തീരുമാനം, ഞങ്ങളോട് ചോദിക്കരുത്. നിങ്ങളുടെ എല്ലാ പേരൻസും കുട്ടികളും കൂടി തീരുമാനിക്കുന്ന കാര്യമാണ്. നമുക്ക് കഴിഞ്ഞ വർഷം വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രശ്നം ഈ കോവിഡിൻ്റെ പശ്ചാത്തലം ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് മറ്റ് സ്റ്റേറ്റിലേക്ക് നിങ്ങൾ തീരുമാനിക്കും. കോവിഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഡൽഹിക്ക് പോകണോ, അല്ലെങ്കിൽ ഋഷികേഷിന് പോകണോ, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള ഇപ്പം AFMC കിട്ടിയാൽ പോകണോ, ജിഗ്മറിൽ പോകണോ, ഇതെല്ലാം നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇപ്പോൾ നിലവിൽ ആദ്യത്തെ റൗണ്ടെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് കൗൺസിലിംഗ് വരുന്നു, അലോട്ട്മെൻറ്റ് തരുന്നു, ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം കേരള വരുന്നു. എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് കിട്ടിയാൽ പോകുമെന്നുള്ള സ്ഥലം മാത്രമേ ചോദിക്കാവുള്ളൂ. ചേഞ്ച് ചെയ്യാവോ പിന്നെ ചെയ്യാവോ അതൊക്കെ പിന്നത്തെ കാര്യം. നിങ്ങൾക്ക് കിട്ടിയാൽ പോകുമോ, നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആണോ. ഇപ്പോൾ ഡൽഹി എയിംസ് ഒരു നീറ്റിന് ഒരു 200 കിട്ടിയ ആൾക്ക് ഡൽഹി എയിംസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടാൻ സാധ്യതയില്ല. എന്തെങ്കിലും ചോദിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചോദിക്കാം, കിട്ടിയാൽ പോകാമല്ലോ. അതായത് നിങ്ങളുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ഏതോ അതാണ് ഒന്നാമത് ചോയ്സ് എന്ന് പറയുന്നത്. 1ൽ നിന്ന് 2ലേക്കും 3ലേക്കും 4ലേക്കും പോകും. നിങ്ങൾക്ക് എലിജിബിളായ ഒരു സ്ഥലം നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഗ്രഡേഷൻ പിന്നെ നടക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഡൽഹി എയിംസ് ചോദിച്ചേക്കാമായിരുന്നു, ഈ റാങ്ക് കിട്ടിയല്ലോ അപ്പോൾ എനിക്ക് ചോദിച്ചേക്കാം. അത് നിങ്ങൾ ഫസ്റ്റ് ഔട്ട് ചോദിക്കേണ്ട കാര്യമാണ്. പിന്നെ ഏത് ഘട്ടത്തിലാണെങ്കിലും നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാവുള്ളൂ, പ്രോസസ്സ് നടത്താവുള്ളൂ. ഞങ്ങൾ എപ്പോഴും നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് അബദ്ധം പറ്റിപ്പോയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി ഇതൊക്കെ പറഞ്ഞാൽ പോലും, എന്തെല്ലാം പറഞ്ഞാലും എല്ലാ വർഷങ്ങളിലും കാര്യമായ തെറ്റുകളും അബദ്ധങ്ങളും കാണിക്കുന്നവരുണ്ട്. ഇന്ന് പേടിപ്പിക്കാൻ വേണ്ടിയില്ല, നമ്മൾ സൂക്ഷിക്കുക. ഇപ്പോൾ ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്കാണെങ്കിൽ ഞങ്ങൾ ഓരോ ദിവസങ്ങളും പറഞ്ഞ് റോൾ നമ്പർ എഴുതുന്നിടത്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടും റോൾ നമ്പർ തെറ്റിച്ച ആൾക്കാരുണ്ട്. അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എങ്കിൽ പോലും ഒരു കുട്ടി കേസ് എനിക്കറിയാം, 20 മിനിറ്റോളം ആ കുട്ടിക്ക് ക്ലാസ്സിൽ വെച്ച് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, ടെസ്റ്റിന് എഴുതി കരച്ചിലൊക്കെ. പിന്നെ അവരെ കഴിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മളൊരു അബദ്ധം കാണിച്ചിട്ട് പിന്നെ അതിൻ്റെ പുറകെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പം എല്ലാം പെർഫെക്റ്റായിട്ട് പഠിച്ചിട്ട് ഒരു പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ പ്രോസസ്സ് തന്നെ. എന്നാൽ പോലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഞങ്ങളുടെ സെഷനിൽ എല്ലാ ദിവസവും ഓരോ ദിവസവും നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാൻ വേണ്ടി സംവിധാനം ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ സെഷനിൽ ഇപ്പം 1.5 മണിക്കൂർ സെഷനിനകത്ത് നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സംശയങ്ങൾക്ക് ഞങ്ങൾ മറുപടി തരാൻ പറ്റും. പക്ഷേ എല്ലാവരും കേട്ടോണ്ടിരിക്കണം. അല്ലാതെ എൻ്റെ സംശയം ഞാൻ ചോദിക്കുമ്പോൾ മാത്രം കേട്ടാൽ മതി. ഞങ്ങൾ നീറ്റ് പരീക്ഷ എഴുതുന്നതിനെ പറ്റിയുള്ള റെക്കോർഡ് സെഷൻ കൊടുത്തു. ഒരാൾ ചോദിച്ച സംശയങ്ങൾ തന്നെ തൊട്ട് പറയാൻ അടുത്തയാൾ ചോദിക്കുകയാണ്. അത് എൻ്റെ സംശയം എൻ്റെ വായിൽ നിന്ന് ചോദിക്കുമ്പോൾ കിട്ടണം എന്ന് കരുതരുത്. നിങ്ങൾ ആദ്യം മുതലേ സംശയങ്ങൾ കേട്ടോണ്ടിരിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ പലരുടെയും സംശയമായിരിക്കും. മാത്രമല്ല ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടേതായ ചില അബദ്ധങ്ങൾക്കുള്ള ആൻസറോടെ ആയിരിക്കും. 1.5 മണിക്കൂറല്ലേ ഉള്ളൂ. ഇനിയും നമ്മുടെ ഈ സെഷൻ തന്നെ ഇത് തന്നെ ഞങ്ങൾ ഇന്ന് റെക്കോർഡ് ചെയ്ത് ഇന്നത്തെ ഈ പ്രധാനമായിട്ടും ഞങ്ങൾ ശിവൻ സാറാണിത് ഓറിയൻറ്റേഷൻ നടത്തുന്നത്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് വിടുന്നുണ്ട്. ഇനിയും വരും. ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ കമൻസ് ആയിട്ട് കൊടുത്താൽ നിങ്ങൾ ചോദിച്ചാൽ അതിന് ഞങ്ങൾ മറുപടി തന്നിരിക്കും. അപ്പം ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ ഘട്ടങ്ങളിലും സഹായിക്കാൻ തയ്യാറായിരിക്കും. അതിനുവേണ്ടി തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് അലോട്ട്മെൻറ്റൊക്കെ നടക്കുമ്പോൾ, കഴിഞ്ഞ വർഷമൊക്കെ അലോട്ട്മെൻറ്റ് നടക്കുമ്പോൾ ചിലരെങ്കിലും ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെക്കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. പക്ഷേ ഈ വർഷത്തെ സാധ്യതയില്ല. നിങ്ങളുടെ വീടുകളിൽ പറ്റുന്നിടത്തോളം അവരവർ തന്നെ വീടുകളിൽ ഇരുന്നതിന് ചെയ്യാൻ പോകുക. ഇനി കഫേലാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്താൽ അത് ലോക്ക് ചെയ്യുന്ന കാര്യവും പാസ്വേഡിൻ്റെ കാര്യവും എല്ലാം നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തിക്കണം. അല്ല അവിടെ ഏൽപ്പിച്ചിട്ട്
പലരും പറയും ഞാൻ അവിടെ പറഞ്ഞിട്ട് കൊടുത്തു, അങ്ങനെ അയാൾ അങ്ങനെ ചെയ്തു എന്ന് പറയും. ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നെയാണ്. ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ വെച്ചത് അവസാനം പാസ്വേഡ് ഉപയോഗിക്കുന്ന കാര്യം, ലോക്ക് ചെയ്യുന്ന കാര്യം, അതൊക്കെ പാസ്വേഡൊക്കെ നിങ്ങളുടേതായിരിക്കണം. ആ ചേട്ടൻ ചെയ്തു അങ്ങനെ വരരുത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കൂടുതൽ സംസാരിക്കാനില്ല. ശിവൻ സാറൊന്ന് ജസ്റ്റ് തുടങ്ങി കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും റൈസ് ഹാൻഡ്സ് ഓപ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ Q&A എന്ന ഓപ്ഷനുണ്ട്. ഈ 2 ഓപ്ഷനിലൂടെ ഏതെങ്കിലും ഓപ്ഷൻ സ്വീകരിച്ച് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ തരിക. ഞങ്ങളെക്കൊണ്ട് സാധ്യമായ, വീണ്ടും ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് പറയരുത്. അപ്പോൾ ഇതെല്ലാം ഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ അഡ്വൈസോട് അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ കവത്തല്ല. തീരുമാനം മുഴുവൻ നിങ്ങളുടേതാണ്, കുട്ടിയുടെയും പേരൻ്റെയും. വേണ്ട ഉപദേശം ഞങ്ങൾ നൽകും. ഓക്കെ, താങ്ക് യു. ശിവൻ സാർ തുടങ്ങുന്നു. അപ്പം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കഴിയുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. നമസ്തേ, ഞാൻ ശിവൻ, ബെർലിൻ സ്റ്റഡി സെൻറ്റർ പാലായിൽ നിന്നും. നമ്മളുടെ നീറ്റിൻ്റെ റിസൾട്ട് വന്നു. യഥാർത്ഥത്തിൽ അഭിനന്ദനാർഹമായ ഒരു സ്കോറാണ് ബെർലിന് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഏതാണ്ട് 13.5 ലക്ഷം കുട്ടികൾ എഴുതിയതിൽ ഓൾ ഇന്ത്യ ലെവലിൽ ആദ്യത്തെ 5000-നകത്ത് വന്ന കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ ഈ ലൈവ് സെക്ഷനിൽ പങ്കെടുത്തിരിക്കുന്നത്. ഓർത്ത് നോക്കുക, ഓൾ ഇന്ത്യ ലെവലിൽ ആദ്യത്തെ 5000 വന്നിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. അപ്പോൾ എത്രത്തോളം ഉയർന്ന ഒരു റാങ്കിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് സ്വയം അഭിമാനിക്കുക. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും അധികം പേടിയുണ്ടായിരുന്നു. അല്ല, ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസിനാണെങ്കിലും ഏറ്റവും അധികം പേടിയുണ്ടായിരുന്നു കുട്ടികളെ എങ്ങനെ ഈ നീറ്റിനായിട്ട് ഒരുക്കും, എന്ന് നീറ്റ് നടക്കും എന്നുള്ള കാര്യത്തിൽ. ഞങ്ങൾ പലപ്പോഴും നീറ്റ് നടക്കും, ഇന്ന ദിവസം നടക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇത് ഗവൺമെൻറ്റിൻ്റെ വളരെ, സുപ്രീം കോടതിയുടെയും ഗവൺമെൻറ്റിൻ്റെയും വളരെ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ പ്രകാരമാണ് നീറ്റ് നടന്നതും നിങ്ങളതിനകത്ത് വളരെ നല്ലൊരു റെസ്പോൺസ് കാഴ്ചവെച്ചതും നിങ്ങളുടെ അർഹമായ ഒരു സീറ്റ്, ഒരു റാങ്ക് നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നു. സ്റ്റീഫൻ സാർ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നമായ MBBS നിങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ചെറിയൊരു ഒരു സെക്ഷനും കൂടെ മാത്രം, നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള കോഴ്സും കോളേജും തിരഞ്ഞെടുക്കുക. നമ്മൾ പല സെക്ഷനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2019 ഓൾ ഇന്ത്യ കോട്ട വഴിയും കേരള കോട്ട വഴിയും നമ്മൾ എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷവും ഏതാണ്ട് അടുത്ത ആഴ്ച തന്നെ, ഈ വരുന്ന ആഴ്ച തന്നെ ഓൾ ഇന്ത്യ കോട്ടയുടെയും കേരളയുടെയും സൈറ്റുകൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആകുന്നതാണ്. അതനുസരിച്ച് ആ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള വീഡിയോ അതാത് സമയങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ എന്നും നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വരാം, ഞങ്ങൾ റിപ്ലൈ ആയിട്ടുണ്ടാവും. കോളേജുകളുടെ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കുകയും ചെയ്യണം. നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 4 വെബ്സൈറ്റുകളാണ് ഈ വരുന്ന ആഴ്ചകളിൽ നമുക്കുണ്ടാവുക. ഓൾ ഇന്ത്യ കോട്ടയുടെ ഓപ്ഷൻ കൊടുക്കാനായിട്ട് ഇന്ത്യയിലെ 242 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് ഈ വർഷം ആദ്യത്തെ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന കോളേജുകളെക്കുറിച്ചുള്ളത് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്കറിയാം. 4200 ഗവൺമെൻറ് MBBS സീറ്റുകളും 15 BDS കോളേജുകളിലെ 350 സീറ്റുകളും ഈ ആദ്യത്തെ mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. എയിംസ് 12 എയിംസിലെ 1200 സീറ്റുകളായിരുന്നു. DHSൻ്റെ സൈറ്റിനകത്ത് 300 സീറ്റും കൂടെ കൂട്ടിയിട്ട് 1500 സീറ്റുകൾ ഉണ്ടാവും എയിംസിനെന്നുള്ള അറിയിപ്പ് അതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ എയിംസിൻ്റെ 12 കോളേജുകളുടെ ഓപ്ഷൻസ് MCCയുടെ സൈറ്റ് വഴി നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ജിപ്മറിൽ EWSഉം OBC റിസർവേഷനും വന്നിട്ടുണ്ട്, അവിടെ 50 സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട്. ആ ജിപ്മറിൻ്റെ ഓപ്ഷനും നമുക്ക് ഈ MCCയുടെ വെബ്സൈറ്റ് വഴിയാണ് തന്നെ ചെയ്യേണ്ടത്. പിന്നെയുള്ളത് AFMC പൂനെ. AFMCയിൽ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കേണ്ടവരും ചെയ്യേണ്ട വെബ്സൈറ്റ് MCC തന്നെയാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിലെ ഓൾ ഇന്ത്യ ലെവലിലുള്ള 48 ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ 10 ലക്ഷം മുതൽ ഫീസ് വരുന്ന 25 ലക്ഷം വരെ ഫീസ് വരുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്കും അമൃത, മണിപ്പാൽ പോലുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ സൈറ്റും mcc.nic.in ആണ്. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട വെബ്സൈറ്റ്. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ ഈ വെബ്സൈറ്റുകൾ കേരളയുടെ ആണെങ്കിലും ഓൾ ഇന്ത്യയുടെ ആണെങ്കിലും എന്നും നിങ്ങൾ നോക്കണം. നിങ്ങളുടെ മൊബൈൽ SMS എന്നും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഇമെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നോട്ടിഫിക്കേഷൻസ് അതിൻ്റെ ആ നോട്ടിഫിക്കേഷൻ എന്നുള്ള ശബ്ദം വളരെ വ്യക്തമായി മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനമെടുക്കാവുള്ളൂ. ഏതെങ്കിലും വാട്സപ്പിൽ വരുന്നതോ ഏതെങ്കിലും പ്രൈവറ്റ് സൈറ്റിൽ വരുന്നതോ ആയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട്
നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് അത് ഞങ്ങൾ ദൂരീകരിച്ച് തരാം. അപ്പം ഓൾ ഇന്ത്യ കോട്ടയുടെ കൗൺസിലിംഗ് ആയിരിക്കും ഈ വരുന്ന ആഴ്ച ആദ്യം തുടങ്ങുന്നത്. വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചയമുണ്ടാവും, മെഡിക്കൽ കൗൺസിലിൻ്റെ mcc.nic.in. അതിൻ്റെ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സുകളെക്കുറിച്ച് അത് തുടങ്ങിക്കഴിയുമ്പോൾ പറഞ്ഞു തരാം. MCCയുടെ പ്രത്യേകത നിങ്ങൾക്കറിയായിരിക്കും, രജിസ്ട്രേഷന് തന്നെ ഫീസുണ്ട്. നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയുടെ സീറ്റുകളോ, എയിംസിൻ്റെ സീറ്റുകൾ, ജിപ്മറിൻ്റെ സീറ്റുകൾ, AFMCയുടെ സീറ്റുകൾ, ESI IP വാർഡിൻ്റെ സീറ്റുകൾ ആദ്യത്തെ റൗണ്ടിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ESI IP സർട്ടിഫിക്കറ്റ് ESIയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്ത് അതിനൊരു IP വാർഡ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ കിട്ടേണ്ടതായിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഉണ്ടാകുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ്. PSI IP വാർഡുകൾക്കുള്ള സീറ്റുകൾ ആദ്യത്തെ റൗണ്ടിൽ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ അവർക്കും ഈ MCCയുടെ വെബ്സൈറ്റ് വഴി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഇത്രയും സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയുടെ ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള ഏകമാർഗം ഓൾ ഇന്ത്യ കോട്ട വഴിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഓൾ ഇന്ത്യ കോട്ടയുടെ MBBSൻ്റെയും BDSൻ്റെയും AFMCയുടെയും എയിംസിൻ്റെയും ജിപ്മറിൻ്റെയും ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ജനറൽ വിഭാഗത്തിലുള്ള ആൾ 10,000 രൂപയും OBC SC ST വിഭാഗത്തിലുള്ളവർ 5,000 രൂപയും രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ട് വേണം നമുക്ക് ഓപ്ഷനുകൾ കാണാനായിട്ട്. ആ അലോട്ട്മെൻറ്റ് വഴി ഒന്നും നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നില്ല എങ്കിൽ, നമ്മൾ സ്റ്റേറ്റ് കോട്ട വഴിയാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ അടയ്ക്കുന്ന ഫീസ് പിന്നീട് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഓൾ ഇന്ത്യ കോട്ടയുടെ കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ട രീതികളെക്കുറിച്ച് നമുക്ക് ആ വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാമെന്ന് തോന്നുന്നു. കാരണം ഓൾ ഇന്ത്യ കോട്ടയുടെ 3 സെക്ഷൻസ് ഉള്ളത്. ഒന്ന്, ഓൾ ഇന്ത്യ കോട്ടയിൽ അലോട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ എക്സിറ്റ് ഉണ്ട്. ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ ആ സീറ്റ് എടുക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ഓൾ ഇന്ത്യ കോട്ടയിൽ 3 റൗണ്ടാണ് ഉണ്ടാവുക. ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടിലും ആയിരിക്കും ഗവൺമെൻറ് MBBSഉം BDSഉം ഉണ്ടാവുക. മൂന്നാമത്തെ റൗണ്ടിൽ എയിംസിൻ്റെയും ജിപ്മറിൻ്റെയും സീറ്റുകളും മിച്ചം വരുന്ന എയിംസിൻ്റെയും ജിപ്മറിൻ്റെയും സീറ്റുകളും ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ സീറ്റുകളുമാണ് ഉണ്ടാവുക. ഇതിനെല്ലാം പുതിയതായിട്ടാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. രജിസ്ട്രേഷൻ ഫീസും പുതിയതായിട്ട് 3ലും ഉണ്ടാവും. പക്ഷേ ആദ്യം രജിസ്റ്റർ ചെയ്തയാൾ 3ലും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. രജിസ്ട്രേഷൻ 1 മതി. പക്ഷേ ഓൾ ഇന്ത്യ കോട്ടയ്ക്കും എയിംസിനും ജിപ്മറിനും ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 3 പ്രാവശ്യവും പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഓപ്ഷൻ കൊടുക്കുമ്പോഴും നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സീറ്റിനേക്കാളും നല്ലത് മാത്രമേ രണ്ടാമത്തേലും മൂന്നാമത്തേലും കൊടുക്കാവുള്ളൂ. ഇനി 2ാം ഘട്ടത്തിൽ ഓൾ ഇന്ത്യയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ 2ാം ഘട്ടത്തിൽ പങ്കെടുത്താൽ നമ്മൾ അതിനകത്ത് പോകാൻ നിർബന്ധിതരാണ്. നമ്മൾ 2ാം ഘട്ട അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടി, നമ്മൾ പോയില്ല എങ്കിൽ നമ്മുടെ ആദ്യം അടച്ച പൈസ 10,000 5,000 ആ പൈസ നമുക്ക് നഷ്ടപ്പെടും. അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ അഡ്മിഷൻ പോയി എടുത്താൽ, എല്ലാ സർട്ടിഫിക്കറ്റും കൊടുത്ത് അഡ്മിഷൻ എടുത്താൽ 5 വർഷവും ആ കോളേജിൽ പഠിക്കാൻ നമ്മൾ നിർബന്ധിതരാകും. സ്റ്റേറ്റ് കോട്ട വഴിയോ സ്പോട്ട് അഡ്മിഷൻ വഴിയോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലോ നമുക്ക് അഡ്മിഷൻ കിട്ടിയാലും ഓൾ ഇന്ത്യ കോട്ടയുടെ 2ാം ഘട്ടത്തിൽ നിന്ന് നമ്മളെ സർട്ടിഫിക്കറ്റ് തന്ന് വെറുതെ വെളിയിൽ വിടുകയില്ല. അത് 2ാം ഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോഴത്തേക്കും കേരളയുടേയും ഓൾ ഇന്ത്യയുടെയും ഓരോ ഘട്ടവും ലാസ്റ്റ് റാങ്കും വന്നിട്ട് നമ്മളുടെ സാധ്യതകൾ എന്താണ് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് ഓൾ ഇന്ത്യയുടെ 2ാം ഘട്ടം. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. ഇപ്പോൾ ഓൾ ഇന്ത്യയിൽ 3 ഘട്ടങ്ങളാണുള്ളത്. ഓരോ ഘട്ടത്തിലും പുതിയതായിട്ടാണ് ഓപ്ഷൻ കൊടുക്കേണ്ടതെന്നാണ് നിങ്ങൾ ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയുടെ ഘട്ടം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഘട്ടത്തിനിടയിൽ തന്നെ നമ്മൾ കേരളയുടെ വെബ്സൈറ്റും എന്നും നോക്കണം. ce.kerala.gov.in. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നീറ്റിൻ്റെ റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പരും കേരളയുടെ വെബ്സൈറ്റിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളുടെ ഇത് കൺഫേം ചെയ്യണം. നമ്മളുടെ തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്തൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. എന്നാൽ മാത്രമേ കേരള മെഡിക്കൽ റാങ്ക് തയ്യാറാക്കി വരികയുള്ളൂ. കഴിഞ്ഞ വർഷം കുറച്ച് കുട്ടികൾ അറിയാതെ അങ്ങനെ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അങ്ങനെ വരുന്നവർക്ക് കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് വഴി MBBSോ BDSോ അഗ്രികൾച്ചറോ വെറ്റിനറിയോ ആയുർവേദമോ ഫിഷറീസോ വരികയില്ല. അതുകൊണ്ട് കേരളത്തിലെ ഒരു കോളേജിൽ കേരള മെഡിക്കൽ റാങ്ക് വെച്ച് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങളുടെ നീറ്റിൻ്റെ റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കേരളയുടെ കീമിൽ അപ്ലൈ ചെയ്ത എല്ലാവർക്കും അതിൻ്റെ അലേർട്ട് കേരളയുടെ വെബ്സൈറ്റിൽ നിന്ന് വരും. മൊബൈൽ SMS ആയിരിക്കും വരുന്നത്. ബ്രില്യൻറ്റിൽ നിന്നുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും മൊബൈൽ മെസ്സേജ് വഴിയും യൂട്യൂബ് വീഡിയോ വഴിയും ഞങ്ങളുടെ അറിയിപ്പുണ്ടാവും. നിങ്ങളത് നിർബന്ധമായിട്ട് ചെയ്ത് കൺഫേം ചെയ്തു എന്ന് നമ്മൾ ഇപ്പോൾ സ്റ്റീവൻ സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു കഫേക്കാരനെ വിളിച്ച് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരനെ വിളിച്ച് മൊബൈലിൽ അത് ചെയ്തു എന്ന് ഉറപ്പാക്കരുത്. നിങ്ങൾ തന്നെ ഉറപ്പാക്കി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കണം. കൺഫേം ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാൽ മാത്രമേ
അത് നമുക്ക് പിന്നീടാണ് എങ്ങാനും വന്നില്ലെങ്കിൽ നമുക്കൊരു തെളിവായിട്ട് കാണിക്കാൻ അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പല കുട്ടികളും നീറ്റിൻ്റെ OMRനകത്ത് മാർക്കിന് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. കുറേയധികം കുട്ടികൾ വിളിക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ കയ്യിൽ വെച്ചാൽ മാത്രമേ നമുക്കതിന് തെളിവുള്ളൂ. OMR ക്ലെയിം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഏത് റെസ്പോൺസാണ് നമ്മൾ നോക്കിയത്, അത് ഏത് കോഡ് വെച്ചാണ് നോക്കിയതെന്നുള്ളത് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ഇപ്പം നമുക്കൊരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ക്ലെയിം ചെയ്യാനാവില്ല. അതുപോലെ തന്നെ കേരള മെഡിക്കൽ റാങ്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നീറ്റിൻ്റെ റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. കേരള മെഡിക്കൽ റാങ്ക് ഏതാണ്ട് 2ാമത്തെ ആഴ്ചയോടുകൂടി വരും. അത് കഴിഞ്ഞിട്ടാണ് ഓൾ ഇന്ത്യയുടെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണ് കേരളയുടെ അലോട്ട്മെൻറ്റ് വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വെബ്സൈറ്റ് ESIയുടെ IP വാർഡുകൾക്കായിട്ടുള്ള കുട്ടികൾക്കുള്ള ESI IP വാർഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് esic.nic.in/admissions അതിൻ്റെ വീഡിയോകൾ ഞങ്ങൾ ചെയ്യുന്നതാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പം ആ അച്ഛനോ അമ്മയോ അവരുടെ പ്രൈവറ്റ് ജോലിയാണെങ്കിൽ അവരുടെ ശമ്പളത്തിൽ ESI കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ESI ഇൻഷുവേർഡ് പേഴ്സൺസ് ആണെങ്കിൽ അവരുടെ മക്കൾക്കായിട്ട് 7 ESI മെഡിക്കൽ കോളേജുകളിൽ 375 സീറ്റുകൾ, ആ MBBS സീറ്റുകളും 3 BDS സീറ്റ്, 3 കോളേജിലെ BDS സീറ്റുകളും മാറ്റിവെച്ചിട്ടുണ്ട്. ആ IP വാർഡ് കിട്ടാനായിട്ടുള്ള ആപ്ലിക്കേഷനും ഉടനെ തന്നെ ESIയുടെ വെബ്സൈറ്റിൽ ആരംഭിക്കുന്നതാണ്. പിന്നെയുള്ളത് വെബ്സൈറ്റ് afmc.nic.in. AFMCയിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഓപ്ഷൻ കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു mcc.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള വെയിറ്റിംഗ് അതിൻ്റെ ആദ്യത്തെ സെലക്ഷൻ ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് 150 സീറ്റുകളാണ് 145 കുട്ടികളെയാണ് എടുക്കുന്നത്. അപ്പോൾ 290 കുട്ടികളെ ആയിരിക്കും, നേരെ ഇരട്ടി 290 കുട്ടികളെ ആയിരിക്കും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും അവർ പെട്ടെന്ന് തന്നെയാണ് അവരുടെ ഇൻ്റർവ്യൂ വരുന്നത്. കഴിഞ്ഞ വർഷം AFMC പൂനെയിൽ വെച്ച് തന്നെയായിരുന്നു ഇൻ്റർവ്യൂ. ഈ വർഷം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി ഓൺലൈനായിട്ടാണോ എന്ന് പറഞ്ഞിട്ടില്ല. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞങ്ങൾ അറിയിക്കുന്നതാണ്. എന്തായിരുന്നാലും AFMC പൂനെയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർ afmc.nic.in എന്ന വെബ്സൈറ്റും നോക്കണം. അപ്പോൾ നമ്മൾ 4 വെബ്സൈറ്റാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഈ വരുന്ന ആഴ്ചകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് mcc.nic.in, ഓൾ ഇന്ത്യ കോട്ടയ്ക്കും എയിംസിനും ജിപ്മറിനും, അലിഗഡ് മുസ്ലിം AMU, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, BHU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നുള്ള കോളേജുകളിലും ഈ അലോട്ട്മെൻറ്റ് വഴിയുണ്ട്. പിന്നുള്ളത് കേരളയുടെ വെബ്സൈറ്റിൽ നീറ്റിൻ്റെ റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും ആഡ് ചെയ്തിട്ട് കേരള മെഡിക്കൽ റാങ്ക് തയ്യാറാക്കാനായിട്ട്. പിന്നെ ESI IP വാർഡിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ESIയുടെ വെബ്സൈറ്റ് നിങ്ങൾ നിരന്തരം നോക്കണം. പിന്നെ AFMCയുടെ വെബ്സൈറ്റ്. പിന്നെ നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള സംശയങ്ങൾ, കൂടുതൽ ഫോൺ കോൾ വരുന്നതിനെക്കുറിച്ച് നമ്മളുടെ ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് നമ്മളുടെ കേരള റാങ്ക് എത്രയാകാമെന്നാണ്. അതിൻ്റെ വീഡിയോ ആണ് ഇന്നലെ സന്തോഷ് സാർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഏതാണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കേരള റാങ്കിനെ കുറിച്ചുള്ള ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ 5000 വരെയുള്ള ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയവരാണ് ഈ സെഷനിൽ പങ്കെടുക്കുന്നവർ. അപ്പോൾ അവർക്ക് ഏതാണ്ട് കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ റാങ്ക് 4000 ഉള്ളവർക്ക് കേരളത്തിൽ കിട്ടിയ റാങ്ക് 600 ആയിരുന്നു. അപ്പോൾ ഈ വർഷവും ഏതാണ്ട് നമ്മുടെ എണ്ണം അനുസരിച്ചാണെങ്കിൽ ബെർലിനിൽ 4000-നകത്ത് 489 കുട്ടികളാണുള്ളത്. ഓൾ ഇന്ത്യ റാങ്ക് 4000-നകത്ത് 489 കുട്ടികളാണ് ബെർലിനിലുള്ളത്. അപ്പോൾ കേരള മെഡിക്കൽ റാങ്ക് എന്ന് പറയുന്നത് 600-നും 650-നും ഇടയ്ക്കായിരിക്കാം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഒരു ഗവൺമെൻറ് MBBS സീറ്റും ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണോ നിൽക്കാൻ സാധ്യതയുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. ഓൾ ഇന്ത്യ കോട്ടയുടെ ആദ്യത്തെ റൗണ്ടിൽ പങ്കെടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. അവിടെ ഫ്രീ എക്സിറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് വന്നിട്ട് എടുത്തില്ലെങ്കിലും ഫ്രീ എക്സിറ്റ് ഉണ്ട്. നമുക്ക് ആ കിട്ടിയ അലോട്ട്മെൻറ്റ് പോകുന്നേ ഉള്ളൂ. രണ്ടാമത് വീണ്ടും ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം ഓൾ ഇന്ത്യ കോട്ടയിലുണ്ട്. കേരള അലോട്ട്മെൻറ്റ് വഴി നമുക്ക് ഓപ്ഷൻ കൊടുക്കുമ്പം ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് എടുത്തില്ലെങ്കിൽ മെഡിക്കൽ സ്ട്രീം മുഴുവൻ ക്യാൻസലായി പോകും. അത് ആ സെക്ഷൻ വരുമ്പം, കേരളയുടെ അലോട്ട്മെൻറ്റിൻ്റെ സെക്ഷൻ വരുമ്പോൾ പറഞ്ഞു തരാം. ഓൾ ഇന്ത്യ കോട്ടയിൽ നമ്മൾ പുതിയതായിട്ടാണല്ലോ ഓപ്ഷൻ കൊടുക്കുന്നത്, അതുകൊണ്ട് ബുദ്ധിമുട്ട് വരില്ല. അപ്പം ഏതാണ്ട് 4000-4500 ഓൾ ഇന്ത്യ റാങ്ക് വരെ ഉള്ളവർക്ക് കേരളത്തിലെ ഗവൺമെൻറ് MBBSകൾ ജനറൽ വിഭാഗത്തിന് ഏതാണ്ട് ഗവൺമെൻറ് MBBS സീറ്റുകൾ ഉറപ്പാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 5000 വരെ. കഴിഞ്ഞ വർഷം 933 തേർഡ് റൗണ്ടിൽ. അത് സ്പോട്ട് അഡ്മിഷൻ വന്നപ്പോൾ 1200 വരെയുള്ളവർക്ക് ജനറൽ കിട്ടി. അതാത് റിസർവേഷൻ ഉള്ളവരുടെ റാങ്ക് നിങ്ങൾക്കറിയാം. അപ്പം ഓൾ ഇന്ത്യ റാങ്ക് 5000 വരെ ആണെങ്കിലും നിങ്ങൾക്ക്
കേരളത്തിലൊരു സീറ്റ് ഉറപ്പാണ്. അപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് കേരളത്തിലാണ് നിൽക്കാനുള്ളത്, അല്ലെ ഓൾ ഇന്ത്യ വഴിയാണെങ്കിൽ അത് ഈ വർഷം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഓൾ ഇന്ത്യയിലായിരിക്കും സീറ്റ് കൂടാൻ സാധ്യത. കാരണം ഏത് സ്റ്റേറ്റുകാരാണെങ്കിലും വെളിയിൽ സ്റ്റേറ്റിലോട്ട് പോകാനായിട്ട് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ താല്പര്യം കുറവായിരിക്കും. അതുകൊണ്ട് അതാത് സ്റ്റേറ്റുകളിൽ നിൽക്കാൻ താല്പര്യം കൂടുന്നത് കൊണ്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. 5000 വരെ ഉള്ളവർക്ക് 4000 കടന്ന് നിൽക്കുന്ന കുട്ടികൾ കേരളത്തിൽ സേഫ് ആണെന്ന് വിചാരിച്ച് നിൽക്കരുത്. അവർ ഓൾ ഇന്ത്യയിൽ ഓപ്ഷൻ കൊടുക്കണം. ഓൾ ഇന്ത്യയിൽ ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് നഷ്ടം വരികയില്ല. സ്റ്റേറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓൾ ഇന്ത്യ കോട്ടയുടെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ട് പിന്നെയും 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചേരാനായിട്ട്, അത് ഓൺലൈൻ വഴിയാണോ, PG യുടെ അഡ്മിഷൻ ഓൺലൈൻ വഴി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു. അത് ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പറയാം. നിങ്ങൾ നേരിട്ട് പോയി ചേരേണ്ടതില്ലായിരുന്നു. കേരള അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾ നേരിട്ട് കോളേജുകളിൽ പോയി ചേരേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോഴത്തേക്കും കേരള മെഡിക്കൽ റാങ്ക് വരും. അപ്പോഴത്തേക്കും നമുക്ക് ഉറപ്പിക്കാം ഇത് ഫ്രീ എക്സിറ്റ് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഓൾ ഇന്ത്യയിൽ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾ വെക്കുന്നതാണ് കൂടുതൽ, എല്ലാവരും തന്നെ വെക്കുന്നതാണ് നല്ലത്. അവിടെ ഫ്രീ എക്സിറ്റ് ഉണ്ട്. ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അലോട്ട്മെൻറ്റ് വന്നിട്ട് നമ്മളത് എടുക്കാതിരിക്കുന്നതിനാണ് ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പൈസയും നമ്മൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള അവകാശവും നഷ്ടപ്പെടുകയില്ല. ഓൾ ഇന്ത്യ റാങ്ക് ഏതാണ്ട് 600 ഓൾ ഇന്ത്യ മാർക്ക്, നീറ്റിൻ്റെ മാർക്ക് 640, ഏതാണ്ട് ഓൾ ഇന്ത്യ റാങ്ക് 6100 വരെ വന്നപ്പോഴത്തേക്കും ബെർലിനിൽ 692 കുട്ടികളാണുള്ളത്. അതെന്ന് പറയുന്നത് കേരള മെഡിക്കൽ റാങ്ക് ഈ വർഷം വരാനുള്ള സാധ്യത ഏതാണ്ട് 900-നും 1000-നും ഇടയ്ക്കാണ് വരാനുള്ള സാധ്യതയുള്ളത്. നീറ്റിൻ്റെ സ്കോറ് 640, ബെർലിനിലുള്ള കുട്ടികളുടെ എണ്ണം 692 ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 6100 കേരള റാങ്ക് നിങ്ങൾക്ക് 1000-ൽ താഴെയായിരിക്കും, 900-950 ആയിരിക്കും. അതാണ് കഴിഞ്ഞ വർഷം ജനറൽ വിഭാഗത്തിന് രണ്ടാമത്തെ റൗണ്ടിൽ കിട്ടിയിരിക്കുന്ന അവസാനത്തെ റാങ്ക്. അപ്പം നിങ്ങൾ വിചാരിക്കുക, ആ സെക്ഷൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാനുള്ളത് അവസാന റൗണ്ടിലോ സ്പോട്ട് അഡ്മിഷനിലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓൾ ഇന്ത്യ വഴി ആദ്യം കിട്ടുന്ന ഗവൺമെൻറ് സീറ്റ് എടുക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. അതാണ് കൂടുതൽ നല്ലത്. 630 മാർക്ക് അപ്പോഴത്തേക്കും ഈ സെക്ഷൻ കഴിഞ്ഞു. ഇപ്പം 5000 വരെയുള്ളവരാണ് നിങ്ങൾ ഈ സെക്ഷനിൽ നിൽക്കുന്നത്. എന്നാലും 630 മാർക്ക് വരുമ്പോഴത്തേക്കും 950 കുട്ടികളാണ് ഇപ്പോൾ ഇതുവരെ ലിസ്റ്റിൽ തന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യ റാങ്ക് 8500 അപ്പോഴത്തേക്കും കേരള റാങ്ക് 1300-ന് അടുത്തെത്തും. നിങ്ങൾക്ക് കേരള വഴി ഗവൺമെൻറ് കിട്ടാനുള്ള സാധ്യത ഒട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഓൾ ഇന്ത്യ വഴി നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും. കഴിഞ്ഞ വർഷം തന്നെ 12500 വരെ ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം ഓൾ ഇന്ത്യ റാങ്കിൽ കൂടുതൽ ആൾക്കാർ എടുക്കാൻ വിമുഖത കാണിക്കുന്നത് കൊണ്ടും എയിംസിൽ 300 സീറ്റുകളും കൂടിയിട്ടുള്ളത് കൊണ്ടും തമിഴ്നാട് ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിൽ 11ഓളം ഗവൺമെൻറ് കോളേജുകൾക്കാണ് പുതിയതായിട്ട് അനുമതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതലുള്ള സാധ്യത അനുസരിച്ച് എയിംസും ജിപ്മറും ഇതിനകത്ത് വരുന്നതനുസരിച്ച് ഏതാണ്ട് 16000 വരെ അല്ലെ 15000-ന് അപ്പുറത്തോട്ട് ഓൾ ഇന്ത്യ കോട്ടയുടെ ലാസ്റ്റ് റാങ്ക് പോകാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ 2 റൗണ്ടുകളിൽ. മൂന്നാമത്തെ റൗണ്ടിൽ എയിംസും ജിപ്മറും ഉണ്ട്. റിസർവേഷൻ ഉള്ളവർക്ക്, OBC റിസർവേഷനൊക്കെ ഉള്ളവർക്ക് എയിംസിൽ 27% ഉണ്ട് അവിടെ OBC റിസർവേഷൻ. അപ്പം ഓൾ ഇന്ത്യയുടെ MCC.nic.in മൂന്നാമത്തെ റൗണ്ടിൽ എയിംസും ജിപ്മറും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. 15000, 16000 റാങ്ക് 17000 ഒക്കെ വരുന്നവർ തീർച്ചയായിട്ടും ആ റൗണ്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കിട്ടാനും സാധ്യതയുണ്ട്. ഇതാണ് ഈ സെക്ഷനിലെ ഏതാണ്ട് റാങ്കുകളുടെ ഒരു പൊസിഷൻ. ഇനി നിങ്ങളുടെ ജനറലായിട്ടുള്ള, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യത, ഇപ്പം നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എൻ്റെ ഓപ്ഷനായിട്ട് എനിക്ക് ഇവിടെ കിട്ടും, കേരളത്തിൽ കിട്ടും. ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിൽ എനിക്ക് എയിംസ് ഭുവനേശ്വറോ എയിംസ് ഭോപ്പാലോ അല്ലെ ജോധ്പൂറോ കിട്ടും. ഞാൻ ഏതെടുക്കണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം. സ്റ്റീഫൻ സാർ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിന് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പക്ഷേ നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് കോളേജുകളെക്കുറിച്ച് ദയവായിട്ട് ചോദിക്കരുത്. ഓപ്ഷനെക്കുറിച്ചും ഫീസിനെക്കുറിച്ചും അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ചെയ്യുന്ന രീതി, ഓപ്ഷൻ കൊടുക്കുന്ന രീതി എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ ചോദിക്കാം. ഓപ്ഷൻ റൈസ് എ ഹാൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഓരോരുത്തരായിട്ട് ഇവിടുന്ന് മ്യൂട്ട് ചെയ്തു തരും. അതനുസരിച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ. മോളെ ചോദിച്ചോളൂ. എത്രയുണ്ട് റാങ്ക്? ഓക്കെ കൺഗ്രാറ്റ്സ്. പറഞ്ഞോ മോളെ. തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ കോട്ടയും കേരള കോട്ടയുമായിട്ട് യാതൊരു തരത്തിലുള്ള പരസ്പര ബന്ധങ്ങളില്ല. രണ്ടിലും നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. ഓൾ ഇന്ത്യ കോട്ടയുടെ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയെന്നോർത്ത് അതാത് സ്റ്റേറ്റുകൾക്ക് ആ നമ്പറുകൾ കൊടുത്തിട്ട് അവരെ ഒഴിവാക്കുകയില്ല. ഓൾ ഇന്ത്യ കോട്ടയുടെ രണ്ടാമത്തെ റൗണ്ടിൽ അഡ്മിഷൻ എടുക്കുന്നവരുടെ റോൾ നമ്പറുകളാണ് അതാത് സ്റ്റേറ്റുകൾക്ക് കൊടുത്തിട്ട്
അവരെ ഇനി സ്റ്റേറ്റ് കോട്ടയിൽ പരിഗണിക്കരുതെന്ന് പറയുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പവുമില്ല, തങ്ങളെ സ്റ്റേറ്റിൽ പരിഗണിക്കും. സർ, പിന്നെ ചില വീഡിയോസിലെ കണ്ടു ESIC കോട്ട തമിഴ്നാട്ടിലെ ഒഴിവാക്കി ജനറലിനെ കൊടുത്തു, ഓൾ ഇന്ത്യ പോകും. കഴിഞ്ഞ വർഷം മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നതിന് പ്രകാരം ഒരു ഗവൺമെൻറ് ഓൺഡ് മെഡിക്കൽ കോളേജുകളിൽ യാതൊരു തരത്തിലുള്ള റിസർവേഷൻ, മറ്റൊരു വിഭാഗത്തിന് റിസർവേഷൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമത്തിൻ്റെ പുറത്ത് അങ്ങനെ വന്നതാണ്. അത് അന്ന് തന്നെ ഹൈക്കോടതി അത് റൂൾ ഔട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ESI അത് അനുവദിക്കാതിരുന്നത്. അത് കഴിഞ്ഞിട്ട് കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അത് ESI IP വാർഡിന് തന്നെ കിട്ടും ആ സീറ്റ്, ഓൾ ഇന്ത്യ കോട്ടയിലോട്ട് മാറ്റുകയില്ല. പിന്നെ സർ, ജിപ്മർ പോണ്ടിച്ചേരി പറഞ്ഞിട്ട് അതിന്റെ ക്യാമ്പസ് അത് നമ്മൾ രണ്ടായിട്ടാണ് ഓപ്ഷൻ കൊടുക്കുക? തീർച്ചയായിട്ടും ജിപ്മർ പുതുശ്ശേരിയിൽ നിന്നും ജിപ്മർ കാരക്കൽ നിന്നും 2 ഓപ്ഷൻ തന്നെയാണ്. താങ്കൾക്ക് അത് ഏത് രീതിയിലും പൊസിഷൻ ചെയ്യാം. പുതുശ്ശേരിയാണ് യഥാർത്ഥ ക്യാമ്പസ് എന്ന് പറയുന്നത്. ജിപ്മർ പുതുശ്ശേരിയാണ്. കാരക്കൽ ഇപ്പോൾ 3ാമത്തെ വർഷമായിട്ടുള്ളൂ. അത് പുതിയ ക്യാമ്പസാണ്. 50 കുട്ടികളെ ഉള്ളൂ അവിടെ. സർ, പിന്നെ എയിംസിന്റെ കോളേജിലൊന്നും അധികം ഫെസിലിറ്റീസ് ഇല്ല എന്ന് പറയുന്നത് ശരിയാണ്? എയിംസിന്റെ എല്ലാ കോളേജുകളിലും 4000 രൂപയെ ഫീസുള്ളൂ, കോഴ്സിന്റെ ഫീസ്. ഫെസിലിറ്റീസിനെ കുറിച്ച് പുതിയ കോളേജ് എയിംസിന്റെ ആകുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡെവലപ്മെന്റ് വളരെ ഫാസ്റ്റാണ്. ഫണ്ടിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. നമ്മൾ ക്ലിനിക്കൽ സെക്ഷനൊക്കെ ആകുമ്പോഴത്തേക്കും വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നുണ്ട് എല്ലാ എയിംസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും. അതുകൊണ്ട് എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കാനായിട്ട് ആൾക്കാർക്ക് മടി വേണ്ട കാര്യമില്ല. നമ്മുടെ കുട്ടികൾ എല്ലായിടത്തും പഠിക്കുന്നുണ്ട്, എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇൻഡിവിജ്വലായിട്ടൊരു കോളേജിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ട്, ഇപ്പോൾ പുതിയ കോളേജുകളാണെങ്കിൽ അതിൻ്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രമേ ഓപ്ഷൻ കൊടുക്കാവുള്ളൂ. ഓക്കെ, സാബിൻ പറഞ്ഞോളൂ. സാർ, നമ്മൾ മോനെ ക്ലിയർ അല്ല, റേഞ്ചിലാണോ നിൽക്കുന്നത്? അതിൻ്റെ ആണോ? അതായത് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അലോട്ട്മെന്റ് കിട്ടുമ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അതോ കോളേജിൽ കാണിക്കേണ്ടത് എന്നുള്ളതാണോ? അത് മാത്രമല്ല, രജിസ്ട്രേഷൻ എന്നുള്ള പ്രോസസ്സിനകത്ത് നമ്മളുടെ പേര്, അഡ്രസ്സ്, റാങ്ക്, റിസർവേഷൻ കാറ്റഗറി, ഫോൺ നമ്പർ, ഇമെയിൽ അങ്ങനെയുള്ളതുള്ളൂ. ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ മാത്രം, അതായത് ഗവൺമെൻറ്, ഓൾ ഇന്ത്യ കോട്ട, FMC, എയിംസ്, ജിപ്മറൊക്കെ ആണെങ്കിൽ അതിന് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അലോട്ട്മെന്റ് കിട്ടിയിട്ടാണ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ശരി ശരി ഓൾ ഇന്ത്യ കോട്ടയില് കോഴിക്കോടോ തിരുവനന്തപുരം കോഴിക്കോടാണ്. ശരി, അപ്പോ ഫസ്റ്റ് തിരുവനന്തപുരം കോഴിക്കോട് പറ്റുമോ? താങ്കൾ ചോദിച്ചത് എനിക്ക് ക്ലിയർ ആയില്ല. താങ്കളുടെ ആഗ്രഹം കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ താങ്കൾ നമുക്കിപ്പം ഓൾ ഇന്ത്യ കോട്ട വഴിയോ കേരള കോട്ട വഴിയോ നോക്കണ്ട. എൻ്റെ ആഗ്രഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ് എങ്കിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട വഴി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ കോഴിക്കോട് എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രം വെക്കുക. കേരള അലോട്ട്മെൻറ്റ് വരുമ്പം, കാരണം ഓൾ ഇന്ത്യയിൽ നമുക്ക് എങ്ങാനും കേരളത്തിൽ കിട്ടാതിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ വെക്കണം തോന്നുകയോ ചെയ്താൽ ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്ക് രണ്ടാമത് ഓപ്ഷൻ മുഴുവൻ വെക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ഓൾ ഇന്ത്യ കോട്ട വരുമ്പോൾ താങ്കൾ കോഴിക്കോട് മാത്രം ഉദ്ദേശിക്കുന്ന കോഴിക്കോട് മാത്രം വെക്കുക. കേരള അലോട്ട്മെൻറ്റ് വരുമ്പം അവിടെ റിസ്ക് എടുക്കരുത്, അവിടെ ഓപ്ഷൻ വെക്കാൻ ഒരവസരമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ നമ്മൾ കോഴിക്കോടും തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂരും അതിൻ്റെ കോളേജിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് എല്ലാ ഓപ്ഷൻസും കൊടുക്കണം. ഓക്കെ, പറയൂ. 4956 ആണ് സ്റ്റാൻഡേർഡ് റാങ്ക്. ശരി, ആ റാങ്ക് വെച്ച് കേരളത്തിൽ ഏത് കോളേജ് കിട്ടാനാണ് സാധ്യതയുള്ളത്? മാർക്ക് എത്രയാണ് സാറേ? 645. ഓക്കെ, 645 വെച്ച് ഏതാണ്ട് 800 റാങ്കൊക്കെ ആയിരിക്കും കേരളത്തിൽ ഒരു കേരള റാങ്ക് വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പം ആദ്യത്തെ 2 റൗണ്ടുകളിലും കേരളത്തിൻ്റെ ഫസ്റ്റ് റൗണ്ടുകളിലും ഗവൺമെൻറ് MBBS വരാൻ സാധ്യതയില്ല. കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ, കീമിൻ്റെ അലോട്ട്മെൻറ്റിൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 640 വരെ കണ്ടേ ഗവൺമെൻറ് വന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവിടെ പേടിച്ചു പോകും. കേരളത്തിൽ എൻ്റെ 2ാം ഘട്ടം വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള കോളേജുകളെല്ലാം തൃശ്ശൂർ, ആലപ്പുഴ,
അതായത് തിരുവനന്തപുരവും കോഴിക്കോടും കോട്ടയം ഒഴിച്ചുള്ള അത് കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ ഓപ്ഷൻ വെക്കുന്നിടത്ത് കേരളത്തിൻ്റെ 2ാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ ഞങ്ങൾ തൃശ്ശൂരും ആലപ്പുഴയാണ് അതിൽ താഴെയുള്ള ഓപ്ഷനായിട്ട് കൊടുക്കുന്നത്. തൃശ്ശൂർ ആലപ്പുഴ കിട്ടാനുള്ള സാധ്യത. തിരുവനന്തപുരം കോഴിക്കോടും കോട്ടയം കിട്ടാനുള്ള ഒട്ടും സാധ്യതയില്ല. അത് കഴിഞ്ഞിട്ട് പക്ഷെ നമ്മൾ മുമ്പേ പറയുന്നത് പോലെ നമ്മൾ പറയുന്നത് സാധ്യതയെക്കുറിച്ച് മാത്രമാണ്. ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ട കിട്ടില്ല, അല്ലെ എയിംസ് കിട്ടില്ല എന്ന് നിങ്ങൾ ആരും ഓപ്ഷൻ കൊടുക്കാതിരിക്കരുത്. എല്ലാവരും അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് താല്പര്യമുള്ള പോകുന്ന കോളേജുകളിൽ നിർബന്ധമായിട്ട് ഓപ്ഷൻ കൊടുത്തിരിക്കണം. സാറിൻ്റെ കേസിൽ കോട്ടയം കഴിഞ്ഞിട്ട് വെക്കുന്ന ഏത് കോളേജാണോ, ആലപ്പുഴയാണ് ആലപ്പുഴ, തൃശ്ശൂരാണ് തൃശ്ശൂർ, പരിയാരം, മഞ്ചേരി, പാരിപ്പള്ളി, ഏത് കോളേജ് വെച്ചാലും 4ാമത് ഓപ്ഷൻ കൊടുക്കുന്ന കോളേജായിരിക്കും കിട്ടാൻ സാധ്യത. 4ാമതെന്നുള്ളതല്ല, അത് തിരുവനന്തപുരവും കോഴിക്കോടും കോട്ടയം കഴിഞ്ഞിട്ട് താങ്കൾ ഏതാണോ വിശക്കുന്നത് അവിടേക്കായിരിക്കും കിട്ടുന്നത് കേരളത്തിൽ. ഓൾ ഇന്ത്യ കോട്ടയിലുള്ള ഒരു സംശയം, നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം കേൾക്കാം. മോപ്പപ്പിലേക്ക് പോകും. ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് മോപ്പപ്പ് ഇല്ല, എയിംസിനും ജിബ്ബറിനും ഉണ്ട്. നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു ഓപ്ഷൻ നിൽക്കുകയാണ്. 2ാം റൗണ്ടിൽ നമ്മൾ എടുത്തു, നമ്മൾ തമിഴ്നാട് തിരുനെൽവേലിയിൽ അഡ്മിഷൻ എടുത്തു. 3ാം റൗണ്ടിൽ എയിംസിൽ നമ്മളെ പരിഗണിക്കുകയില്ല. ഓക്കെ, നമ്മൾ കൊടുത്തിരുന്നുള്ള ഗവൺമെന്റ് കോളേജിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മോപ്പത്തും ട്രൈ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ കോട്ടയിൽ 1ാം റൗണ്ടിൽ 2ാം റൗണ്ടിൽ കിട്ടിയില്ല, നമ്മൾ കേരള സ്റ്റേറ്റ് അലോട്ട്മെന്റിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയുടെ 3ാമത്തെ റൗണ്ടിൽ എയിംസും ജിബ്ബറിനും വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുക്കാം. സെക്കൻഡ് റൗണ്ട് ഈ മോപ്പപ്പ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയുടെ മോപ്പപ്പ് റൗണ്ട് കേരളയുടെ സെക്കൻഡ് റൗണ്ടിലേക്കുള്ള മുൻപാണോ അതിന് ശേഷമാണോ? 2ാം റൗണ്ടിന് ശേഷമാണ് വരുന്നത്. അപ്പം 2ാം റൗണ്ടിൽ എങ്ങനെ നമുക്ക് ഇവിടെ അലോട്ട്മെന്റ്, ഫോർ ഇൻസ്റ്റൻസ് എറണാകുളം മെഡിക്കൽ കോളേജ് ആണെങ്കിലും മഞ്ചേരി വിട്ടാണെങ്കിൽ നമ്മളിവിടെ പോയി ജോയിൻ ചെയ്താൽ പിന്നെ ഓൾ ഇന്ത്യ കോട്ടയുടെ മോപ്പപ്പ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് പോകാം. ഇത്തവണത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റും അതാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ഓൾ ഇന്ത്യ കോട്ട കിട്ടുമോ അല്ലെങ്കിൽ കേരളത്തിൽ അലോട്ട്മെന്റ് കിട്ടുമോ എന്നനുസരിച്ച് നമുക്ക് നിർബന്ധമായിട്ട് എല്ലാവരും ഓൾ ഇന്ത്യ കോട്ടയിൽ 2ാം ഘട്ടത്തിൽ എടുക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് 800, 900 അല്ലെ മുസ്ലിം കാറ്റഗറി അല്ലെ ഈഴവ കാറ്റഗറി 1100, 1200 റാങ്ക് ഉള്ളവർ കേരളത്തിൽ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റാതെ തന്നെ ഓൾ ഇന്ത്യ കോട്ടയിൽ അവർക്ക് അഡ്മിഷൻ എടുക്കേണ്ടി വന്നു. പക്ഷേ ഈ വർഷത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ 2ാമത്തെ റൗണ്ടിൽ ഏറ്റവും നല്ല കോളേജുകൾ മാത്രം വയ്ക്കുക, എന്നിട്ട് കേരള അലോട്ട്മെന്റ് 2ാം ഘട്ടത്തിൽ നോക്കിയിട്ട് 3ാം ഘട്ടത്തിൽ എയിംസും ജിബ്ബറിനും വേണ്ടിയിട്ട് അവർക്ക് സാധ്യത നോക്കാൻ ഒരവസരം കൂടെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് റിസർവേഷൻ കാറ്റഗറിക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. ഒരു കാര്യം കൂടെ അറിയാനുണ്ട്, എയിംസിന് അഡീഷണൽ ആയിട്ട് 6 കോളേജുകൾ വരുന്നുണ്ട് സാങ്ഷൻ ആവുന്നത്. സാറേ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ചോദ്യം ശ്രദ്ധിച്ചില്ല. അതിന് മുമ്പ് പറഞ്ഞോട്ടെ, ഈ നമ്മൾ ഓപ്ഷൻ വെക്കുമ്പം ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് ഓപ്ഷൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന് കൊടുക്കുമ്പം താഴെ ആ റൗണ്ടുകളിൽ കൂടുതൽ നമ്മൾ ഓപ്ഷൻ കൊടുത്തില്ല എങ്കിൽ അതിന് താഴെയുള്ള ആൾക്കാർ ആ ഓപ്ഷൻ കൊടുത്തെങ്കിൽ അവർക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞു 900 അല്ലെങ്കിൽ 1000 അവർ 2ാം റൗണ്ടിൽ കൊടുക്കാതിരിക്കുകയും അതിനേക്കാളും റാങ്ക് കുറഞ്ഞവർ ആ റൗണ്ടിൽ ഓപ്ഷൻ കൊടുക്കുകയും ചെയ്താൽ അവർക്ക് ആ സീറ്റ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. 3ാം റൗണ്ടിൽ ഓപ്ഷൻ വേക്കൻസി വന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സാധ്യതയുള്ളൂ. അതുകൊണ്ട് 2ാം റൗണ്ടിൽ പങ്കെടുക്കരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ കൂടുതൽ നല്ല കോളേജുകൾ കൊടുക്കണം. എങ്ങാനും കിട്ടിയില്ലെങ്കിലും ഒരവസരം കൂടി മോപ്പപ്പിൽ വരുന്നുണ്ടെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അടുത്ത ചോദിച്ചത് എന്തായിരുന്നു? എയിംസിൽ കൂടുതലായിട്ടുള്ള കോളേജുകൾ ആഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വെബ്സൈറ്റിൽ കണ്ടിരുന്നു. പുതുതായിട്ടുള്ള കോളേജ് ശരി അത് ഈ ഇപ്രാവശ്യം കൗൺസിലിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഔദ്യോഗികമായിട്ട് നമ്മുടെ ഈ MCCയുടെ സൈറ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ aims.exams.org എന്നുള്ള സൈറ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് അറിയിപ്പുകളൊന്നും നമ്മളുടെ വെബ്സൈറ്റിൽ, പ്രധാന വെബ്സൈറ്റുകളിൽ എയിംസിൻ്റെ വെബ്സൈറ്റിലോ MCCയുടെ വെബ്സൈറ്റിലോ വന്നിട്ടില്ല. ഈ ആഴ്ച തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വരും. സാധ്യതയുണ്ട്. എല്ലാ സ്റ്റേറ്റുകളിലും, കേരളം ഒഴിച്ചുള്ള സ്റ്റേറ്റുകളിലെല്ലാം എയിംസ് അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ ആ കോളേജ് ഇൻഫ്രാസ്ട്രക്ചർ വരുന്നേ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോജിക്കിലായിരിക്കും. നമുക്ക് റാങ്കുകൾ താഴോട്ട് വരുമ്പോഴത്തേക്കും ഒരു 15,000, 16,000 ഓൾ ഇന്ത്യ റാങ്കൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ കേരളത്തിൽ ഗവൺമെൻറ് കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സാർ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നമുക്ക് കേരള ഗവൺമെന്റ് കോളേജ് കിട്ടുകയാണെങ്കിൽ അതിനേക്കാൾ എന്തായാലും താഴെ ഓപ്ഷൻ ആയിരിക്കണം എയിംസിന്റെ പുതിയ കോളേജുകളിൽ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഈ സെക്ഷനിൽ നമ്മൾ 1 മുതൽ 5,000 റാങ്ക് വരെ ഉള്ളവരാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട്
നിങ്ങൾക്ക് MBBS ഓൾ ഇന്ത്യ ലെവലിലും ഓൾ ഇന്ത്യ കോട്ടയിലും കേരളത്തിൻ്റെ കോട്ടയിലും നിങ്ങൾക്ക് ഷുവർ സീറ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ റിസ്കിൻ്റെ ഫാക്ടർ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓൾ ഇന്ത്യ കോട്ടയിൽ 2ാം റൗണ്ടിലോ അല്ലെങ്കിൽ എയിംസിൻ്റെ സീറ്റൊക്കെ നോക്കുമ്പം നിങ്ങൾ ആ പ്രധാനപ്പെട്ട കോളേജുകൾ മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നത്. 5000 കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് റിസ്ക് ഫാക്ടർ ഉണ്ട്, കേരളത്തിൽ കിട്ടാത്ത സാഹചര്യമുണ്ട്. അവിടെ നമ്മൾ റിസ്ക് എടുക്കരുത്, കൂടുതൽ കോളേജുകൾ വെക്കുകയാണ് ചെയ്യേണ്ടത്. ഓൾ ഇന്ത്യ കോട്ടയുടെ ഫസ്റ്റ് റൗണ്ടിൽ പ്രത്യേകിച്ചും നമുക്ക് സാധ്യതകൾ കുറവാണെങ്കിൽ കൂടുതൽ സീറ്റുകൾ വെച്ചെടുക്കണം, കേരളത്തിൽ ഗവൺമെൻറ് കിട്ടാൻ സാഹചര്യം. അതുകൊണ്ട് ഈ സെക്ഷനിൽ 1 മുതൽ 5000 റാങ്ക് വരെ പറയുന്നവരുടെ മാത്രം വെച്ചിട്ടാണ് പറയുന്നത്. 5000 കഴിഞ്ഞിട്ട് 10000 15,000 ഉള്ളവർ നിർബന്ധമായിട്ടും ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും കൂടുതൽ കോളേജിൽ വെക്കണം. അത് ആ സെക്ഷനിൽ പറയുന്നതാണ്. ഈ സെക്ഷനിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി തന്നെയാണെങ്കിലും കേരളത്തിന് കഴിഞ്ഞ വർഷം 7000 റാങ്ക് വരെ ഓൾ ഇന്ത്യ റാങ്ക് വരെ കേരളത്തിൽ ഓൾ ഇന്ത്യ റാങ്ക് വരെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഷുവർ സീറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ പ്രധാനപ്പെട്ട കോളേജുകൾ മാത്രം വെച്ചാൽ മതി എന്ന് പറയുന്നത്. ഹലോ, കേൾക്കാം, പറയൂ. ഞാൻ പറഞ്ഞത് അതിലാണ് 2460. ശരി ശരി കാറ്റഗറി റാങ്ക് 750. ശരി. ഈ റാങ്കിങ്ങിൽ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ വരും. അത് ഈ ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അതുപോലെ കേരള കോട്ടയിൽ കിട്ടിയാലും ഫീസിന് വ്യത്യാസമൊന്നുമില്ലല്ലോ? ഇല്ല, കഴിഞ്ഞ നീറ്റ് തുടങ്ങിയപ്പം അതാത് സ്റ്റേറ്റിൽ എന്താണോ ഫീസ് അതനുസരിച്ചാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഓൾ ഇന്ത്യ കോട്ട വഴി കയറിയെന്നോ സ്റ്റേറ്റ് കോട്ട വഴി നിന്ന് കയറിയെന്നോ ഫീസിനോ നിയമങ്ങൾക്കോ യാതൊരു വ്യത്യാസവുമില്ല. ആ സ്റ്റേറ്റിൽ എന്താണോ നിയമങ്ങൾ അത് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഫീസും വ്യത്യാസമില്ല. 25,000 തന്നെയാണ് 2 വഴി കയറിയാലും. അപ്പൊ നമ്മൾ ഈ രജിസ്ട്രേഷൻ കൊടുക്കുന്ന പെർസെന്റേജ് മാറ്റപ്പെടുമോ? നമ്മൾ 2ാം ഘട്ടത്തിൽ പങ്കെടുത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ വഴി അല്ല നമ്മൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സ് തീരുമ്പോൾ അതാ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും, നഷ്ടപ്പെടുകയില്ല. അതന്നെ ഉദ്ദേശിച്ചത്. ഓൾ ഇന്ത്യ വഴി നമ്മള് അലോട്ട്മെന്റ് എടുത്തു, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിത് മാറ്റമോ? അതെ അതെ, ഫീസിലോട്ട് മാറ്റും. നമ്മൾ ആ കോളേജിൽ 2ാം ഘട്ടത്തിൽ നമ്മൾ കോളേജിൽ ചേരുമ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ 25,000 തന്നെ അടയ്ക്കണം. 2ാം ഘട്ടത്തിൽ ആണ് നമ്മൾ ചേരുന്നതെങ്കിൽ ആ 5,000 കഴിഞ്ഞിട്ടുള്ള 20 അടച്ചാൽ മതി. ആദ്യം 25 അടച്ചെങ്കിൽ ആ 5,000 നമുക്ക് തിരിച്ചു തരും. പിന്നെ ഈ എയിംസില് നമ്മൾ ആണെങ്കിൽ നമ്മൾ ഏറ്റവും മിക്കവാറും കൊടുത്ത ഫീസിലാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഈ റാങ്ക് നമുക്ക് അവിടെ സാധ്യതയുണ്ടോ? എയിംസ് ഡൽഹിയിൽ സാധ്യതയില്ല. ഭോപ്പാല്, ഭുവനേശ്വർ, ജോധ്പൂർ, റായ്പൂർ, ഋഷികേശ് ആദ്യം തുടങ്ങിയ എയിംസിൻ്റെ കോളേജുകളിൽ തീർച്ചയായിട്ടും സാധ്യതകളുണ്ട്. OBC കാറ്റഗറി എത്രയാണ് മോള് പറഞ്ഞത്? 800. OBC എത്രയാണ് പറഞ്ഞത്? 781. എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉറപ്പായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കോളേജുകളൊക്കെ ചോദിക്കരുതെന്ന് പറഞ്ഞു. എന്നാലും എയിംസിൽ പഠിച്ചാലുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ കോഴിക്കോട് പഠിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് ഓരോ കുട്ടികളുടെയും യൂട്യൂബ് വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ക്ലാസ് ടീച്ചറുമായിട്ട് ചോദിക്കുവാണെങ്കിൽ ആ എയിംസിൽ പഠിക്കുന്ന കുട്ടികളുടെ നമ്പറുകളും കുറേശ്ശെ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ റാങ്ക് വെച്ചിട്ട് നമുക്ക് കേരള റാങ്ക് എത്ര വരും? 400. ആ മാക്സിമം 400. ഗുഡ് ആഫ്റ്റർനൂൺ സർ. നമസ്തേ സർ, എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 1782 ആണ്. ശരി. സർ, എനിക്ക് AFMCയിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. ബട്ട് ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഓൾ ഇന്ത്യ കോട്ടന്റെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു പക്ഷേ AFMC അല്ല, ഒരു പക്ഷേ ഒരു കോളേജ് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് പിന്മാറാൻ പറ്റില്ല. അപ്പൊ ഈ AFMC ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിലാണ് കിട്ടണമെങ്കിൽ AFMC പിന്നെ മെഡിക്കലും അവര് വേറൊരു എക്സാം TOET ഉണ്ടല്ലോ. താങ്കൾ റൂമിൽ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എക്കോയാണ് കൂടുതലായിട്ട് കേൾക്കുന്നത്. ഞാൻ പറയുന്നത് താങ്കൾ ശ്രദ്ധിക്കൂ. AFMC ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ AFMC സെലക്ഷൻ ഇല്ല. AFMCയുടെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ 290 കുട്ടികളെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ടോളർ ഇംഗ്ലീഷ് ടെസ്റ്റിനായിട്ടും മെഡിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടും ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടും ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ 3 ഉണ്ട്. ഇംഗ്ലീഷിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ടോളറുണ്ട്,
ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. ഇതിനായിട്ട് നിങ്ങൾ 290 കുട്ടികളെയും സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് 145 വരെ സോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ, ഓൾ ഇന്ത്യ കോട്ടയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ താങ്കൾ AFMC കൊടുത്താൽ AFMC ഈ ഷോർട്ട് ലിസ്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ, ഓൾ ഇന്ത്യ കോട്ട സീറ്റ് കിട്ടുകയില്ല. ഓൾ ഇന്ത്യ കോട്ടയുടെ രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് AFMCയുടെ ഈ 145 വരെ സെലക്ട് ചെയ്യും. താങ്കൾക്ക് AFMC കിട്ടിയില്ല, താങ്കൾ വെളിയിൽ പോയി എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ കേരള അലോട്ട്മെൻറ്റ് വഴിയോ താങ്കൾക്ക് സീറ്റ് എടുക്കാം. അവിടെ നഷ്ടം വരികയില്ല. രണ്ടാം റൗണ്ടിൽ AFMC ഇല്ല. ഓക്കെ, താങ്ക് യു സർ. പിന്നെ സാർ ഈ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ജിപ്മറിന്റെ PG കോഴ്സ് എങ്ങനെയാണ്? വേറെ എക്സാമോളജി കണ്ടിന്യൂസ് ആണോ? അത് നീറ്റ് എൻട്രൻസ് വഴി, നീറ്റിൻ്റെ PG എൻട്രൻസ് വഴി തന്നെയാണ് ഇപ്പോഴും ജിപ്മറിൽ എടുക്കുന്നത്. പണ്ടായിരുന്നു ജിപ്മറിൽ MBBS കഴിഞ്ഞാൽ 25% അവർക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു, ജിപ്മറിൽ PG ചെയ്യാൻ സമ്മതിക്കുമായിരുന്നു. ഇപ്പം ഇല്ല, നീറ്റിൻ്റെ എൻട്രൻസ് എഴുതി തന്നെയാണ് എയിംസിലും കേരള വഴിയും നമ്മൾ PG അഡ്മിഷൻ എടുക്കുന്നത്. പ്രത്യേകിച്ച് റിസർവേഷൻ എങ്ങും ഇല്ല. ഓക്കെ സർ, താങ്ക് യു. ഞാൻ ചോദിച്ചത് എന്റെ ഓൾ ഇന്ത്യ 2040 ആണ്. ഓൾ ഇന്ത്യ വഴി കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഓൾ ഇന്ത്യ വഴി ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ വർഷം സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. 3085 വരെ ഓൾ ഇന്ത്യ റൗണ്ടിൽ ഓൾ ഇന്ത്യ കോട്ട വഴി കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ കിട്ടാനുള്ള സാധ്യതയില്ല. കോട്ടയത്ത് കിട്ടും. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ. അതുവഴി കിട്ടുവാണെങ്കിൽ എന്താ കേരളത്തിലോട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ സാർ? താങ്കൾക്ക് അവിടെ താങ്കളെ പോലുള്ള കുട്ടികൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഏതാണ് കോളേജ് സെലക്ട് ചെയ്യേണ്ടത്. തിരുവനന്തപുരം വേണോ, കോഴിക്കോട് വേണോ, കോട്ടയം വേണോ, അല്ല എയിംസ്, അങ്ങനെ. അപ്പം താങ്കളുടെ ആഗ്രഹം തിരുവനന്തപുരം ആണെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴി തിരുവനന്തപുരം മാത്രം വെക്കുക. കേരള അലോട്ട്മെന്റ് വഴി മുഴുവൻ സീറ്റുകളും വെക്കുക. സാർ, എന്റെ ഓൾ ഇന്ത്യ റാങ്ക് 1579 ആണ്. ശരി. അപ്പൊ സാർ ഡൗട്ട് എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ് ഫസ്റ്റ് റൗണ്ടില് ഇപ്പൊ ഞാൻ കോഴിക്കോട് ട്രിവാൻഡ്രം കൊടുത്തു. അപ്പൊ എനിക്കത് കിട്ടിയില്ലെങ്കിൽ സ്റ്റേറ്റ് സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് എല്ലാ ഓപ്ഷൻസും ഉണ്ടാവുമോ ചൂസ് ചെയ്യാൻ? താങ്കൾ ചോദിച്ചത് ക്ലിയർ അല്ല. സ്റ്റേറ്റിൽ ഒരിക്കലും അങ്ങനെ പറ്റില്ല. നമ്മുടെ ഓൾറെഡി വീഡിയോകൾ ഉണ്ടായിരുന്നു. കേരള ce.kerala.gov.in വഴി ഫസ്റ്റ് റൗണ്ടിൽ മാത്രമേ ഓപ്ഷൻ ആ അലോട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന ഓപ്ഷൻസ് കൊടുക്കാനുള്ള അവസരം ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. നമുക്ക് ഗവൺമെൻറ് 10 കോളേജുകളും അല്ലെ 10 കോളേജുകളും വെക്കാനായിട്ട് ഫസ്റ്റ് റൗണ്ടിൽ മാത്രമേ ഉള്ളൂ. കിട്ടിയിട്ട് ബാക്കിയുള്ള ഹയർ ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യുകയോ നിലനിർത്തുകയോ ചെയ്യാൻ മാത്രമേ രണ്ടാം റൗണ്ടിലും മൂന്നാം റൗണ്ടിലും പറ്റുകയുള്ളൂ. പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ സാർ ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ കോഴിക്കോട് ട്രിവാൻഡ്രം കൊടുത്ത സെക്കൻഡ് റൗണ്ടിൽ ആ 2 ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? കിട്ടുന്നതിൻ്റെ മുകളിലുള്ള ഓപ്ഷൻസ് മാത്രം. ഇനി അതല്ല, ആ 2 ഓപ്ഷൻ കൊടുത്തെങ്കിൽ പിന്നെ താങ്കൾക്ക് എല്ലാ അലോട്ട്മെൻറ്റ് വഴിയും ആ 2 ഓപ്ഷൻസ് മാത്രമേ കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്പോട്ട് അഡ്മിഷൻ എവിടെയെങ്കിലും വേക്കൻസി വന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് പങ്കെടുക്കാം. കേരള അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ ഒരിക്കലും റിസ്ക് എടുക്കരുത്. എത്ര റാങ്ക് ഉള്ളവരാണെങ്കിലും 100, 150, 500, 1000 റാങ്ക് ഉള്ളവർ, അല്ലെങ്കിൽ കേരള റാങ്ക് ബ്രിം നിൽക്കുന്നവർ 1600, 2000 റാങ്ക് കേരള റാങ്ക് നിൽക്കുന്നവർ ഒരിക്കലും റിസ്ക് എടുക്കരുത്. MBBS കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ, അല്ലെ സെൽഫ് MBBSന് പോകുന്നില്ല എങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താണോ, അഗ്രികൾച്ചറോ ആയുർവേദമോ എന്താണോ ഓപ്ഷൻ, നിർബന്ധമായിട്ടും അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വെച്ചിരിക്കണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കോഴ്സും കോളേജും വെക്കാൻ ഒരവസരമേ ഉണ്ടാവുകയുള്ളൂ. നിർബന്ധമായിട്ടും എല്ലാ കോളേജുകളും കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പോകുന്ന കോളേജിൽ നമ്മൾ ഈ വർഷം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജും കോഴ്സും നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. പിന്നെ ഈ 1579 കേരള റാങ്ക് എത്ര വരുമായിരിക്കും? മാക്സിമം 300 താഴെ. അതായത് ബ്രില്യൻറ്റിൽ 183, 185 പേരാണ് ആ റേഞ്ചിലുള്ളത്. കേരള റാങ്ക് 260, 270 ആ റേഞ്ച് ആയിരിക്കും. 300 താഴെ ആയിരിക്കും. താങ്കൾക്ക് കേരള വഴി ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. സാർ, പിന്നെ ഇപ്പോ സ്റ്റേറ്റ് വഴി കിട്ടുകയാണെങ്കിൽ കോഴിക്കോട് ട്രിവാൻഡ്രം എപ്പോ പോയി ചേരേണ്ടി വരും സാർ? കേരള അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസമായിരിക്കും തരുന്നത്. ആ 4 ദിവസത്തിനുള്ളിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് കോളേജിൽ പോയി ചേരേണ്ടി വരും.
ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് കിട്ടുകയാണെങ്കിൽ ചേരേണ്ടി വരൂലേ? ഫിസിക്കലി പോയി ചേരേണ്ടി വരൂലേ? കേരള എഞ്ചിനീയറിംഗിന്റെ അലോട്ട്മെന്റ് നടന്ന പ്രോസസ്സ് ഇപ്പം നിങ്ങൾക്ക് രണ്ടാമത്തെ അലോട്ട്മെന്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം. എന്നാലും എഞ്ചിനീയറിംഗ് സെക്ഷൻ അലോട്ട്മെന്റ് 16-ാം തീയതി വന്നപ്പം ആ നോട്ടിഫിക്കേഷൻ വന്നത് ഫിസിക്കലി എല്ലാ സർട്ടിഫിക്കറ്റുമായിട്ട് പോയി ചേരണമെന്നായിരുന്നു. പോയി ചേരേണ്ടി വരും. താങ്കൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടും. ഫിസിക്കലി എല്ലാ സർട്ടിഫിക്കറ്റുമായിട്ട് പോയി ചേരേണ്ടി വരും കേരള അലോട്ട്മെന്റ് വഴി. മാറ്റി വെച്ചു. അതിൻ്റെ ഒരു ശുപാർശ വന്നിട്ടുള്ളൂ. ശുപാർശയാണ്. കേരള എഞ്ചിനീയറിംഗ് സംബന്ധിച്ചൊരു ശുപാർശ ഉണ്ടായിരുന്നല്ലോ, ഏറ്റവും നിയറസ്റ്റ് സെൻറ്ററിൽ ചെന്നിട്ട് റിപ്പോർട്ടിംഗ് സെൻറ്റർ ആക്കണമെന്നൊരു ശുപാർശ ഉണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. എൻ്റെ അലോട്ട്മെൻറ്റ് മാറ്റി വെച്ചവർ പ്രത്യേകിച്ചൊന്നും പറയാതെ. ക്ലിയർ ആയില്ല? താങ്കൾക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കാമോ? ഇല്ല സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹലോ സാർ, പറയൂ. എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 3850 ശരി. അപ്പോ കേരള ഫസ്റ്റ് അലോട്ട്മെന്റിന് അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്തായാലും അഡ്മിഷൻ എടുക്കണല്ലോ? തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ആ സ്ട്രീം മുഴുവൻ ക്യാൻസൽ ആയി പോകും. അപ്പോ പിന്നെ ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് വരുമ്പോ കുറച്ചുകൂടി നല്ല കേരള കോളേജ് കിട്ടിയെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും താങ്കൾക്ക് ഇവിടുന്ന് വേണ്ടാന്ന് വെച്ചിട്ട് സർട്ടിഫിക്കറ്റുകളെല്ലാം തിരിച്ചു മേടിച്ചിട്ട് ഓൾ ഇന്ത്യയിൽ ചേരാം. പിന്നെ കേരളത്തിൽ പരിഗണിക്കുകയില്ല. ഓക്കെ. അപ്പോ ഓൾ ഇന്ത്യയിൽ നല്ല കോളേജ് കിട്ടുകയാണെങ്കിൽ അവിടെ പോയി ചേരുന്നതിന് കുഴപ്പമില്ല? യാതൊരു കുഴപ്പവുമില്ല. അവിടെ പോയി ചേരുകയും അടുത്ത 5 വർഷം 4.5 വർഷം അവിടെ പഠിക്കുകയും ചെയ്യണം. പിന്നെ ഒരു മാറ്റമില്ല. പക്ഷെ കേരളയുടെ സെക്കൻഡിന് നമ്മളെ പരിഗണിക്കില്ല. കേരളയുടെ സെക്കൻഡിലും പിന്നെ ഒരു അലോട്ട്മെന്റിലും എയിംസിന്റെ 3-ാം ഘട്ടത്തിലോ കേരളയുടെ പിന്നീടുള്ള ഘട്ടങ്ങളിലോ സ്പോട്ട് അഡ്മിഷൻ ഒന്നും പരിഗണിക്കുകയില്ല. കേരളത്തിൽ ഫസ്റ്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? താങ്കൾ എല്ലാ ഓപ്ഷനുകളും 10 കോളേജുകളും വെച്ച് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ സർ, താങ്ക് യു. ശരി. ഹലോ, പറയൂ മോളെ. ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയില്ല? ഓൾ ഇന്ത്യ റാങ്ക് കേട്ടില്ല. ഓൾ ഇന്ത്യ റാങ്ക് ഒന്നും കൂടെ പറയാമോ? കിട്ടാൻ സാധ്യതയുണ്ടോ? പാർവതി ഒന്നും കൂടെ പറയാമോ? 2004 ആണ് ഓൾ ഇന്ത്യ റാങ്ക് 2004. ശരി. അപ്പൊ ഓൾ ഇന്ത്യ കോട്ടയിൽ ഫസ്റ്റ് അലോട്ട്മെന്റില് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കിട്ടാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ വർഷം കിട്ടിയിട്ടില്ല. സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് താനും. അപ്പൊ കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുമോ? ഉറപ്പായിട്ടും. ആണോ? അപ്പൊ കേരള റാങ്ക് എത്ര? 2004 എന്ന് പറയുമ്പോൾ 300 റേഞ്ച് ആയിരിക്കും മോളെ. 350 മാക്സിമം. താങ്കൾക്ക് തിരുവനന്തപുരത്താണ് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴി തിരുവനന്തപുരം മാത്രം വെക്കുക. കേരള അലോട്ട്മെന്റിൽ 10 കോളേജുകളും വെക്കുക. കേരള താങ്കൾക്ക് കിട്ടിയില്ല എങ്കിൽ ഓൾ ഇന്ത്യയിൽ വീണ്ടും താങ്കൾക്ക് എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻ കൊടുക്കാനായിട്ടൊരു അവസരം കൂടെ ഉണ്ടാവുന്നതാണ്. ശരി. എന്റെ ഓൾ ഇന്ത്യ 1881. ശരി. അപ്പോ എനിക്ക് താല്പര്യം, അതായത് അപ്പോ ഇന്ത്യ ഗവൺമെന്റില് സെക്കൻഡ് റൗണ്ടിൽ അപ്പം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഗവൺമെന്റ് സാധ്യത. താങ്കൾ കോഴിക്കോടാണ് കിട്ടാൻ താല്പര്യമെന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ക്ലിയർ ആയില്ല. ഇപ്പം കേരള ഫസ്റ്റ് അലോട്ട്മെന്റ് കേരള കിട്ടാൻ ഉണ്ടോ? കേരള അലോട്ട്മെന്റ് വഴി ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടും. കോഴിക്കോട് കിട്ടും.
ഓക്കെ സാർ. കേരള റാങ്ക് എത്രയാ? എത്രയാണ് മോൻ്റെ മാർക്ക്? എത്രയാണ്? 663. 663. 300 റേഞ്ച് ആയിരിക്കും. ഓക്കെ, താങ്ക് യു സാർ. ശിവൻ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാർ, എന്റെ മകന് ഓൾ ഇന്ത്യ റാങ്ക് 3078. ശരി കാറ്റഗറി BH. ശരി. കേരള റാങ്ക് കറസ്പോണ്ടിങ് എത്രയായിരിക്കും വേണം? 550, 500-നും 550 റേഞ്ച് ആയിരിക്കും കേരള മെഡിക്കൽ റാങ്ക്. ബാക്ക്വേർഡ് ഹിന്ദു റിസർവേഷൻ ഉണ്ടെങ്കിൽ ശരി. കോഴിക്കോടിന് ചാൻസ് ഉണ്ടോ സാർ? ഫസ്റ്റ് റൗണ്ടിൽ പാടാണ്, കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വന്നാലേ പറയാവുള്ളൂ. എന്നാലും കോഴിക്കോട് സീറ്റ് കിട്ടും. ആ, സാർ, ഈ ഫ്രീ എക്സിറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും കൂടി എനിക്ക് ക്ലാരിഫൈ ചെയ്ത് തരാമോ സാർ? എന്താണ് ഫ്രീ എക്സിറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഓൾ ഇന്ത്യ അതാത് കൗൺസിലിങ്ങുകളുടെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അതിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോകൾ ഉണ്ടാവുന്നതാണ്. ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ MCC.nic.in നമ്മൾ ഓൾ ഇന്ത്യ കൗൺസിലിൽ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഓപ്ഷൻസ് വെക്കാം. നമുക്ക് 242 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും എയിംസ്, ജിപ്മർ, AFMC, ഡീംഡ് അങ്ങനെയുള്ള ഓപ്ഷൻസാണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെട്ട നമ്മളെ ഒരു 10 ഓപ്ഷൻസ് വെച്ചിരുന്നു. അപ്പോൾ നമുക്കതിന് 5ാമത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് നമുക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മൾ ഓപ്ഷൻസ് കൊടുത്ത് നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി. പക്ഷേ നമ്മളതിനകത്ത് സാറ്റിസ്ഫൈഡ് ആയില്ല. നമുക്ക് കേരള അലോട്ട്മെൻറ്റ് നോക്കിയിട്ട് നമ്മൾ ചേരുന്നുള്ളൂ. അങ്ങനെ ആകുമ്പം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും നമുക്കതിൽ പങ്കെടുക്കാതിരിക്കാം, ഫ്രീ ആയിട്ട് എക്സിറ്റ് ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് പെനാൾട്ടി വരാതെ ആ അലോട്ട്മെൻറ്റിൽ നിന്നും വെളിയിൽ വരാം. കിട്ടിയ ആ സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഓൾ ഇന്ത്യയുടെ 2ാമത്തെ റൗണ്ടിലും വീണ്ടും നമുക്ക് മുഴുവൻ ഓപ്ഷൻസും കൊടുക്കാനുള്ള അർഹതയുണ്ടായിരിക്കും. 2ാം റൗണ്ടിൻ്റെ സാധ്യത കളയാതെ നമുക്ക് 1ാം റൗണ്ടിൽ നിന്ന് മാത്രമായിട്ട് ഫ്രീ ആയിട്ട് എക്സിറ്റ് ചെയ്ത് വെളിയിൽ വരാം. അതാണ് ഫ്രീ എക്സിറ്റ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ കൗൺസിലിങ്ങിൽ കേരളയുടെ അലോട്ട്മെൻറ്റിനകത്ത് നമുക്ക് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ അലോട്ട്മെൻറ്റ് എടുക്കണം, അത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ആ സ്ട്രീം മുഴുവൻ ക്യാൻസലായി പോകും. എഞ്ചിനീയറിങ്ങും മെഡിക്കലും ആർക്കിടെക്ചറും B.Pharm കേരളയുടെ അലോട്ട്മെൻറ്റ് വഴി നടക്കുന്നുണ്ട്. നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് അതാത് സമയങ്ങളിൽ ആ ഓപ്ഷൻസ് കൊടുക്കാൻ ഒരവസരമേ ഉള്ളൂ. അലോട്ട്മെൻറ്റ് വന്നിട്ട് നമ്മൾ ഏതെങ്കിലും കോളേജുകൾ എടുത്തില്ല എങ്കിൽ, നമുക്കൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി, നമ്മൾ ഫീസ് അടച്ചില്ല, കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ ബന്ധപ്പെട്ട ആ സ്ട്രീം മുഴുവൻ ക്യാൻസലായി പോകും. ഓൾ ഇന്ത്യ കോട്ടയിൽ അങ്ങനെ ഇല്ല. അതാണ് ഫ്രീ റാങ്ക് വെച്ചിട്ട് ഈ കുട്ടിക്ക് എയിംസിലുള്ള സാധ്യതകൾ ഒന്ന് പറഞ്ഞു തരാമോ സാർ? എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉറപ്പായിട്ട് കിട്ടും. ഭോപ്പാല്, ഭുവനേശ്വർ, ജോധ്പൂർ, റായ്പൂർ, ഋഷികേശ് പോലെയുള്ള ആദ്യം തുടങ്ങിയ 5 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരെണ്ണം കിട്ടും. കാരണം അവിടെ നമുക്ക് അതുകൊണ്ടാണ് 27% അവിടെ നമുക്ക് BH എന്നോ ഈഴവെന്നോ മുസ്ലിം എന്നോ വിചാരിച്ചല്ല, 27% ഒരുമിച്ചുള്ള റിസർവേഷൻ ആയതുകൊണ്ട് ഉറപ്പായിട്ടും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കിട്ടും. ശരി. ഹലോ സാർ. നമസ്തേ, പറയൂ. സാർ ഫ്രീ എക്സിറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ? ശരി. അപ്പൊ നമുക്ക് ഫസ്റ്റ് വെച്ചിട്ട് അലോട്ട്മെന്റ് കിട്ടിയിട്ട് വെക്കുക. ശരി. അപ്പൊ എന്റെ അലോട്ട്മെന്റ് ഫ്രീ എക്സിറ്റ് താങ്കൾ 2ാമത് പറഞ്ഞ ക്ലിയർ ആയില്ല. നമ്മൾ ഫ്രീ എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയിൽ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് നമ്മൾ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോളേജ് എല്ലാം കിട്ടിയെങ്കിൽ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ടോ? ഓൾ ഇന്ത്യ കോട്ടയുടെ 1ാം ഘട്ടത്തിൽ മാത്രമേ ഫ്രീ എക്സിറ്റ് ഉള്ളൂ. 2ാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് വന്നാൽ നമ്മൾ എടുക്കാൻ നിർബന്ധിതരാണ്. എടുത്തില്ല എങ്കിൽ ഫോർഫീച്ചർ എന്ന് പറയുന്ന പെനാൽറ്റി, അതായത് നമ്മൾ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടച്ച പൈസ നമുക്ക് നഷ്ടപ്പെടും. ഗവൺമെൻറ്റിൻ്റെ കോട്ടയിലാണെങ്കിൽ നമ്മൾ 5000 അല്ലെ 10000 അടച്ചതും, ഡീംഡ് യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ 2 ലക്ഷം രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ആ ഫീസ് നമുക്ക് നഷ്ടപ്പെടും. ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ 4.5 വർഷവും ആ കോളേജിൽ പഠിക്കാൻ നിർബന്ധിതരാകും.
നമുക്ക് വേറെ ഏത് അലോട്ട്മെൻറ്റ് കിട്ടിയാലും നമ്മളെ മാറ്റുകയില്ല. ഫ്രീ എക്സിറ്റ് 1ാം റൗണ്ടിൽ മാത്രമേ ഉള്ളൂ. അന്നേരം നമ്മൾ നോക്കാതിരുന്നാൽ മതിയോ? ഫ്രീ എക്സിറ്റ് എടുത്തു കഴിഞ്ഞിട്ട് 2ാം റൗണ്ടിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നാൽ മതി, നമുക്ക് കേരള വഴി കിട്ടിയെങ്കിൽ. ഓക്കെ സാർ. ക്ലിയർ ആയില്ല കേട്ടോ, മോളെ ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാമോ? സാർ ഇപ്പൊ ഓൾ ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഫീസിന്റെ കാര്യം പറഞ്ഞില്ലേ? അതെ അതെ അതെ. അത് കേരളത്തിന്റെയും ഒന്ന് പറഞ്ഞുതരാമോ ഫീസ്? കേരള അലോട്ട്മെന്റിന് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടോന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്? അതെ അതെ. ഇല്ല, കേരള നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നതിന് ഫീസ് ഇല്ല. അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ മാത്രം അതാത് അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിക്കുന്ന ഫീസ് അടച്ചാൽ മതിയാകും. രജിസ്ട്രേഷൻ ഫീസ് ഇല്ല കേരള വഴി. പിന്നെ സാർ ഒരു ക്വസ്റ്റ്യൻ കൂടി പറയൂ. ഓൾ ഇന്ത്യ കോട്ടയിൽ ഇപ്പൊ OBCയുടെ റിസർവേഷന് നോൺ ക്രീമിലെയർ കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഓൾ ഇന്ത്യ കോട്ടയ്ക്കകത്ത് ഈ 242 ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ OBC റിസർവേഷൻ ഇല്ല. ESI മെഡിക്കൽ കോളേജുകൾ മാത്രമേ, അല്ലെങ്കിൽ എയിംസിന്റെ കോളേജുകൾ മാത്രമേ OBC റിസർവേഷൻ ഉള്ളൂ. അവിടെ നമുക്ക് തഹസീൽദാരുടെ നിന്നുള്ള നീറ്റിന്റെ പ്രോസ്പെക്ടസിൽ കിടക്കുന്ന അതേ മാതൃകയിൽ താലൂക്ക് ഓഫീസിൽ നിന്ന് പൂരിപ്പിച്ച തഹസീൽദാരുടെ നിന്നുള്ള OBC സർട്ടിഫിക്കറ്റ് കാണിക്കാൻ നിർബന്ധിതരാണ്. EWS സർട്ടിഫിക്കറ്റ് ആണെങ്കിലും തഹസീൽദാരുടെ ആണ് ഓൾ ഇന്ത്യ കോട്ട വഴി ജിപ്മറിൻ്റെ ഒക്കെ ആണെങ്കിൽ വേണ്ടത്. SC സർട്ടിഫിക്കറ്റ് ST സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെയാണ്. ഓൾ ഇന്ത്യ വഴി നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ തഹസീൽദാരുടെയാണ് വേണ്ടത്. അതിൻ്റെ നിശ്ചിത മാതൃക നീറ്റിൻ്റെ പ്രോസ്പെക്ടസിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. കേരള വഴിയാണ് നിങ്ങൾ ഇതിനൊക്കെ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ, കേരളത്തിലെ കോളേജുകളിൽ കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ OBCക്ക് വില്ലേജ് ഓഫീസറുടെ നിന്നും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന നോൺ ക്രിമി ലെയറും EWS വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നുള്ളതും SC സർട്ടിഫിക്കറ്റും ST സർട്ടിഫിക്കറ്റും നമ്മൾ ഓൾറെഡി കെയിമിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ സാർ, താങ്ക് യു. ശരി. സാർ പറയൂ. ഈ ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ട് കഴിയുന്നതിന് മുമ്പ്, തുടങ്ങുന്നതിന് മുമ്പ് ബാക്കി സ്റ്റേറ്റിലെ കൗൺസിലിംഗ് കഴിഞ്ഞാണോ ഫസ്റ്റ് കൗൺസിലിംഗ്? തമിഴ്നാട് പോലെ എല്ലായിടത്തും അങ്ങനെയാണ് നിയമം. നമുക്ക് അതിന് വേണ്ടിയിട്ട് അവർ നേരത്തെ തന്നെ സർക്കുലർ കൊടുക്കും. ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ട് ഇന്ന ദിവസങ്ങളിലാണ്, അത് കഴിഞ്ഞിട്ട് എല്ലാ സ്റ്റേറ്റ് കൗൺസിലിങ്ങിലും കഴിയണം, അത് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ട് തുടങ്ങാവുള്ളൂ എന്ന് നിർബന്ധമായിട്ട് നിർദ്ദേശം കൊടുക്കും. ഓൾ ഇന്ത്യയുടെ സെക്കൻഡിന് മുമ്പ് എല്ലാ സ്റ്റേറ്റിൻ്റെയും സ്റ്റേറ്റ് കോട്ട വഴിയുള്ള അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഈ ഫസ്റ്റ് ഓൾ ഇന്ത്യ കോട്ടയിൽ ഫസ്റ്റ് കിട്ടുന്ന കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ലീവ് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ സ്റ്റേറ്റിൽ ജോയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ കോട്ട വഴി നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ വർഷം ഓൺലൈനായിട്ട് തന്നെ ആയിരിക്കും അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് തോന്നുന്നു. നമ്മൾ സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്താൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് ഓൺലൈനായിട്ട് നമുക്ക് അവിടുന്ന് ക്വിറ്റ് ചെയ്യാം. ക്വിറ്റ് ചെയ്ത് നമുക്ക് കേരള സ്റ്റേറ്റ് കോട്ടയിൽ നമുക്ക് ചേരാം. യാതൊരു പ്രോബ്ലവും ഇല്ല. ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള അലോട്ട്മെൻറ്റിൽ PGയുടെ അഡ്മിഷൻ കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നപ്പം ഓൺലൈൻ വഴി തന്നെയായിരുന്നു നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ടിയിരുന്നത്. ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഫിസിക്കലായിട്ട് കോളേജിൽ പോയി ചേരണമെന്ന് തോന്നുന്നില്ല. കാരണം അതർ സ്റ്റേറ്റുകളിലൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഫിസിക്കലായിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടാവില്ല. ഓൺലൈനായിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റിലോട്ട് മാറണമെങ്കിലും ഓൺലൈൻ വഴി തന്നെ ക്വിറ്റിംഗ് ഉണ്ടായിരിക്കും. നമുക്ക് അവിടുന്ന് ഫ്രീ എക്സിറ്റ് ആകാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ശരി. നമസ്തേ. എന്റെ മകള് 3472 ആണ് റാങ്ക്, 652 മാർക്ക്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ സാധ്യതകൾ കേരളത്തിലെ സാധ്യത എന്താണ്? കിട്ടാനുള്ള കോളേജിന്റെ സാധ്യത? നമുക്ക് റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടോ അതോ ജനറൽ കാറ്റഗറി ആണോ? ജനറലാണ്. നമുക്ക് കേരള റാങ്ക് എന്ന് പറയുന്നത് 550, 500, 550 റേഞ്ച് ആയിരിക്കാം കേരള റാങ്ക് വരുന്നത്. കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് വഴിയാണെങ്കിൽ 10 കോളേജുകളും വെച്ചാൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് കേരളത്തിൽ ഉറപ്പാണ്.
അതിന് മുകളിൽ നമുക്ക് കേരളം, തിരുവനന്തപുരവും കോഴിക്കോടും കോട്ടയം കേരളത്തിൻ്റെ ഒരു അലോട്ട്മെൻറ്റിലും കിട്ടാനുള്ള സാഹചര്യം കുറവുമാണ്. തിരുവനന്തപുരവും കോഴിക്കോടും കോട്ടയവും കിട്ടാനുള്ള സാഹചര്യം കുറവാണ്. തൃശ്ശൂർ, ആലപ്പുഴ തൊട്ടുള്ള ഏത് കോളേജുകളും കേരളത്തിൽ കിട്ടും. അതിന് മുകളിൽ നമ്മൾ എയിംസിൻ്റെ ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ, തമിഴ്നാട് മദ്രാസ് മെഡിക്കൽ കോളേജ്, കിൽപോക്ക്, അല്ലെങ്കിൽ കർണാടകത്തിലെ മൈസൂർ, ബാംഗ്ലൂർ, അതുപോലുള്ള കോളേജുകളിൽ എവിടെ വേണമെങ്കിലും കിട്ടും, ഓൾ ഇന്ത്യ കോട്ട വഴി. കേരളത്തിൽ തന്നെയാണ് താല്പര്യമുള്ളത് സാർ. അപ്പോൾ കോട്ടയം ഓൾ ഇന്ത്യയിൽ വെച്ചാൽ സാധ്യതയുണ്ടോ കിട്ടാൻ? ഓൾ ഇന്ത്യ കോട്ടയിൽ വഴി കേരള കോളേജുകളിൽ കിട്ടാനായിട്ട് അതെ, തീർച്ചയായിട്ടും കിട്ടും. ആ, അവിടെയും നമുക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി തിരുവനന്തപുരം, കോഴിക്കോടും കോട്ടയം കിട്ടാനുള്ള സാഹചര്യം കുറവാണ്. ബാക്കിയുള്ള കോളേജുകളായിരിക്കും കിട്ടുക എന്ന് മാത്രം. കഴിഞ്ഞ വർഷം 4341 വരെ കോട്ടയത്ത് രണ്ടാം ഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ കോട്ടയുടെ രണ്ടാം ഘട്ടത്തിൽ 4341 ഓൾ ഇന്ത്യ റാങ്ക് വരെ കോട്ടയം കിട്ടിയിട്ടുണ്ട്. 3085 വരെ തിരുവനന്തപുരത്തും 1875 വരെ കോഴിക്കോടും കിട്ടിയിട്ടുണ്ട് ഓൾ ഇന്ത്യ കോട്ടയുടെ രണ്ടാം റൗണ്ടിൽ. അതുകൊണ്ട് ഓൾ ഇന്ത്യ കോട്ടയുടെ രണ്ടാം റൗണ്ടിലും ഇപ്പോൾ നമുക്ക് കേരള കോട്ട വഴി ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ഓൾ ഇന്ത്യ കേരളത്തിലെ കോളേജുകൾ മാത്രം വെക്കുന്നു. ഏതെങ്കിലും ഒരു കോളേജേ കിട്ടുള്ളൂ, നമുക്ക് ഫ്രീ എക്സിറ്റ് എടുക്കുന്നു. കേരള അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മൾ 10 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ വെക്കുന്നു. അവിടെ നമുക്കൊരു അഡ്മിഷൻ കിട്ടും. ആ അഡ്മിഷന് കിട്ടിയതിനേക്കാളും മുകളിലുള്ള കോളേജുകൾ മാത്രം ഓൾ ഇന്ത്യയുടെ രണ്ടാം ഘട്ടത്തിൽ കൊടുക്കുക. അല്ലെങ്കിൽ തിരുവനന്തപുരം, കോഴിക്കോടും കോട്ടയം മാത്രം ഓൾ ഇന്ത്യയുടെ രണ്ടാം ഘട്ടത്തിൽ പങ്കെടുക്കുക. ശരി, സന്തോഷം. ഓക്കെ, നമസ്തേ, പറയൂ മോനെ. കിട്ടിയില്ലല്ലോ, ക്ലിയർ ആയില്ല. ഓക്കെ, രണ്ടാം ഘട്ടത്തിൽ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടുകയില്ല, രണ്ടാം ഘട്ടത്തിൽ കിട്ടും. അതിനു മുമ്പ് തന്നെ താങ്കളുടെ സ്റ്റേറ്റ് കോട്ട ഫസ്റ്റ് റൗണ്ടിൽ കിട്ടും. ഓൾ ഇന്ത്യ ഫസ്റ്റ് റൗണ്ടിൽ താങ്കൾ തിരുവനന്തപുരം, കോഴിക്കോടും കോട്ടയം വെക്കുന്നു, കിട്ടുന്നില്ല. കേരള കോട്ട കഴിയുമ്പോൾ കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ താങ്കൾക്ക് കോട്ടയം കിട്ടും. പിന്നെ വേണമെങ്കിൽ ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുത്താൽ മതിയാവും. ഓക്കെ, നമസ്തേ, പറയൂ. ഓൾ ഇന്ത്യ കോട്ടയുടെ സെക്കൻഡ് റൗണ്ടില് അലോട്ട്മെന്റ് വന്നു എടുക്കാതിരിക്കാൻ പറ്റൂ? തീർച്ചയായിട്ടും നമുക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കാം. നമ്മൾ ഫോർഫീച്ചർ, നമ്മൾ അടച്ച രജിസ്ട്രേഷൻ ഫീസാ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു കുഴപ്പവുമില്ല. സ്റ്റേറ്റ് കോട്ടയിൽ നമ്മളെ പരിഗണിക്കരുത് എന്ന് പറഞ്ഞ് ഒരിക്കലും അലോട്ട്മെൻറ്റ് വരില്ല, പ്രത്യേകിച്ച് വരികയില്ല. നമുക്ക് അതാത് സ്റ്റേറ്റുകളിലോട്ട് മാറുകയും ഓൾ ഇന്ത്യ കോട്ടയുടെ മൂന്നാമത്തെ റൗണ്ടിൽ നമുക്ക് വീണ്ടും രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ചേരുകയും ചെയ്യാം. 10,000-ഓ 5,000-ഓ നമ്മൾ അടച്ച രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ എയിംസിലോ ജിമ്മറിലോ ഒക്കെ നല്ലൊരു വേക്കൻസി ഉണ്ട്. മൂന്നാമത്തെ റൗണ്ടിൽ നമുക്ക് പങ്കെടുക്കണമെങ്കിൽ വീണ്ടും രജിസ്ട്രേഷൻ ഫീസ് അടച്ച് പങ്കെടുക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും കൊടുക്കണം. അതെ, എയിംസും ജിമ്മറിന്റെ സീറ്റുകൾ ഫില്ലാകുന്നിടം വരെ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് നടത്തിയിരിക്കും. ശരി, ഹലോ സർ, പറയൂ, കേൾക്കാം. സാറിന്റെ ഓൾ ഇന്ത്യ റാങ്ക് 93. ശരി, കാറ്റഗറി റാങ്ക് 249. ശരി. അപ്പൊ എനിക്ക് ജിപ്മർ പുതുച്ചേരി കിട്ടാൻ ചാൻസ് ഉണ്ടോ? ജിപ്മർ പുതുച്ചേരി സാധ്യത കുറവാണ്. കാരക്കൽ കിട്ടും. എല്ലാവരുടെയും ഓപ്ഷൻസ് എങ്ങനെയായിരിക്കും വരാൻ സാധ്യത? എയിംസ് ഡൽഹി ആയിരിക്കും ആദ്യം എല്ലാവരും ഓപ്ഷൻ കൊടുക്കാനുള്ള സാധ്യത. അത് കഴിഞ്ഞാൽ ജിപ്മർ ആയിരിക്കും കൊടുക്കാനുള്ള സാധ്യത. അത് കഴിഞ്ഞിട്ട് പിന്നെ മൗലാന പോലുള്ള കോളേജുകൾ വരാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് ജിപ്മർ അത്രയും വരുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഏത് കൊടുത്താലും കിട്ടും. ഇല്ല മോളെ. ശരി.
ദേവിക ഗുഡ് ആഫ്റ്റർ പറയൂ സാറേ. ഓൾ ഇന്ത്യ റാങ്ക് 2778. ശരി അൺറിസർവ്ഡ് കാറ്റ് ശരി 16. കേരള എത്ര ആൻസർ? 2778 500 തൊട്ട് താഴെ, മാക്സിമം 500. അടുത്ത ഡൗട്ട്, ഇപ്പൊ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ശരി അലോട്ട്മെന്റിൽ കിട്ടി, സെക്കൻഡ് കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് അപ്പൊ അത് അപാർട്ട് പറ്റുമോ? കേരള എഞ്ചിനീയറിംഗിൽ ഓൾറെഡി താങ്കൾ ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് സീറ്റ് അലോട്ട് ചെയ്തായിരുന്നു. ചെയ്തു. ഫീസ് ഇപ്പോൾ ഓൾറെഡി ഫീസ് അടച്ചിട്ടുണ്ട്. ഇപ്പോൾ 22-ാം തീയതി 2ാം ഘട്ടം വരുമ്പോൾ നമ്മൾ ആ കോളേജിൽ പോയി ചേരേണ്ടിയും വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേരളത്തിൻ്റെ 3ാം ഘട്ടത്തോടു കൂടി മെഡിക്കൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൻ്റെ ഓപ്ഷൻ്റെ മുകളിൽ കേരള ഗവൺമെൻറ് MBBS ഓപ്ഷൻസ് വെച്ചിട്ട് അങ്ങോട്ട് മാറാം. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പം ഇപ്പോൾ താങ്കൾ ചേർന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി സർട്ടിഫിക്കറ്റുകളും TCയും മേടിച്ചിട്ട് പുതിയ മെഡിക്കൽ കോളേജിൽ ചേരാം. എൻട്രൻസ് കമ്മീഷൻ്റെ പേരിൽ അടച്ചിരിക്കുന്ന ഫീസ് 8660 ആയിരിക്കാം താങ്കൾ അടച്ചിരിക്കുന്നത്. ആ ഫീസ് ഗവൺമെൻറ് ഫീസിലോട്ട് ഗവൺമെൻറ് MBBS ഫീസിലോട്ട് 25,000 മാറിയിട്ട് ബാലൻസ് ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. അല്ല, ഇപ്പോൾ 22-ാം തീയതി താങ്കൾക്ക് കേരള അലോട്ട്മെൻറ്റ് വരുമ്പം എഞ്ചിനീയറിംഗ് തന്നെയാണ് താങ്കൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഫിസിക്കലായിട്ട് പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇനി അവിടെ കേരള റാങ്ക് ആ സമയത്ത് പബ്ലിഷ് ചെയ്തു, താങ്കൾ ഫിസിക്കലായിട്ട് അഡ്മിഷൻ എടുത്തില്ല എങ്കിലും എഞ്ചിനീയറിംഗ് സ്ട്രീം മാത്രമേ ക്യാൻസലായി പോവുകയുള്ളൂ, മെഡിക്കലിനെ ബാധിക്കുകയില്ല. കാരണം എൻട്രൻസ് കമ്മീഷൻ്റെ പേരിൽ അടച്ചിരിക്കുന്ന 8660 മെഡിക്കലിലോട്ട് മാറിയിട്ട് ബാലൻസ് ഫീസ് മാത്രം മെഡിക്കലിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ അടച്ചാൽ മതിയാകും. മെഡിക്കലിനെ ബാധിക്കുകയില്ല. ഇല്ല, ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും നല്ല റാങ്ക് ആയതുകൊണ്ട്, മെഡിക്കൽ ഉറപ്പായതുകൊണ്ട് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ശരി. ഹലോ, കേൾക്കാമോ? കേൾക്കാം പറയൂ സാറേ. അങ്കിതിന്റെ റാങ്ക് ഓൾ ഇന്ത്യ 3414 ആണ്. ശരി. BH കാറ്റഗറിയാണ്. 1141 ആണ് കാറ്റഗറി റാങ്ക്. BH സ്റ്റേറ്റ് റാങ്ക് എങ്ങനെ വരും? BH ആണോ സാറേ? കൂടാതെ ഒരു ഡൗട്ട് ഉള്ളത്, നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയില് സെലക്ഷൻ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത് ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് അലോക്കേഷൻ ആയി കഴിഞ്ഞാൽ അത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റിലേക്ക് എക്സിറ്റ് എടുത്ത് വരാൻ പറ്റും? തീർച്ചയായിട്ടും. ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ അലോട്ട്മെന്റ് വന്നു. നമ്മൾ ഓൾ ഇന്ത്യയിൽ ഓൺലൈനായിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്മളതിലുണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് കേരള കോട്ടയിൽ നമുക്ക് പങ്കെടുക്കുകയും അലോട്ട്മെൻറ്റിൽ നമുക്ക് കോളേജിൽ ചേരുകയും ചെയ്യാം. നമ്മൾ ഫിസിക്കലായിട്ട് പോയി ചേരേണ്ട ഇതാണ്. ഓൾ ഇന്ത്യ കോട്ട കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഫിസിക്കലായിട്ട് കോളേജിൽ പോയി ചേരുകയാണെങ്കിലും ആ കോളേജിൽ പോയി TC മേടിച്ചാൽ മതിയായിരുന്നു. നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാമായിരുന്നു, ബുദ്ധിമുട്ട് വരികയില്ല. റാങ്ക് പൊസിഷൻ എങ്ങനെയാ വരിക? 3400 റാങ്ക്. 3400 അല്ലേ സാറ് പറഞ്ഞത്? 3416. ഓക്കെ. ആൻഡ് 550 ആയിരിക്കും മാക്സിമം റാങ്ക്. ഇത് കോഴിക്കോട് ട്രിവാൻഡ്രം കിട്ടാനുള്ള സാധ്യതയുണ്ട്? അത് കാറ്റഗറി വന്നാലേ അറിയാവുള്ളൂ സാറേ. പഠിക്കുന്നത് മിക്കവാറും തിരുവനന്തപുരത്തായിരിക്കും. എന്നാലും കാറ്റഗറി റാങ്ക് വന്നു കഴിഞ്ഞാലേ കറക്റ്റായിട്ട് ഏത് കോളേജെന്ന് പറയാനാവുകയുള്ളൂ. കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടല്ലോ. ഫസ്റ്റ് റൗണ്ടിൽ ഈ 3 കോളേജുകൾ കിട്ടാൻ സാധ്യതയുണ്ടോ? ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കോട്ടയം. കഴിഞ്ഞ വർഷം കോഴിക്കോട് BH കാറ്റഗറിക്ക് 542 വരെ കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് BH കാറ്റഗറിക്ക് 616 വരെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ആ 2 കോളേജുകളും സേഫാണ്. ഇത് സെക്കൻഡ് റൗണ്ടിനുള്ളതാണിത്. അപ്പോൾ സാറിൻ്റെ കേരള അലോട്ട്മെൻറ്റിൻ്റെ കേരള ഓപ്ഷൻ വെക്കുന്നതിൻ്റെ ഫസ്റ്റ് ഓപ്ഷനിൽ തിരുവനന്തപുരം ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും കിട്ടും. കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്.
ഈ സെക്ഷനിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് കിട്ടിയില്ല എങ്കിൽ ജനറലായിട്ടുള്ള ഡൗട്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് ഇന്ന് തന്നെ അതിൻ്റെ മറുപടി ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതാണ്. ഈ സെക്ഷൻ ഇപ്പോൾ 3:17 4 മണിക്ക് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത റാങ്കുള്ള കുട്ടികൾ 5001 മുതൽ 10,000 വരെയുള്ള കുട്ടികളുടെ ഒരു ലൈവ് സെഷൻ അടുത്ത സെഷനിൽ നടക്കേണ്ടതായിട്ടുണ്ട്. 4 മണിക്ക് ഈ സെഷൻ അവസാനിപ്പിക്കേണ്ടി വരുന്നുണ്ട്. 3:45 കഴിയുമ്പോൾ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആർക്കും കിട്ടിയില്ല എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. എല്ലാ സെക്ഷനിലും എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ജനറലായിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. ഓരോ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും അതിൻ്റെ യൂട്യൂബ് വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ കേരള മെഡിക്കൽ റാങ്ക് കിട്ടുമെന്നുള്ളതായിരിക്കും ജനറലായിട്ടുള്ള കൗൺസിലിംഗ് ഒരു സംശയം. എത്രയായിരിക്കും കേരള റാങ്ക് കിട്ടാനുള്ള സാഹചര്യം എന്നുള്ളത്. അത് നിങ്ങൾ സന്തോഷ് സാറിൻ്റെ യൂട്യൂബ് വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണണം. നമസ്തേ, പറയുമോ? ഓൾ ഇന്ത്യ റാങ്ക് 1995 കുട്ടിയാണ്. ശരി, ആ കുട്ടിക്ക് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടുമോ? കോഴിക്കോട് കോളേജ് കിട്ടുമെന്നാണോ ചോദിച്ചേ? അതെ, കേരള അലോട്ട്മെന്റ് വഴി കിട്ടും. ഫസ്റ്റ് റൗണ്ട് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കേരള അലോട്ട്മെന്റ് വഴി ഫസ്റ്റ് റൗണ്ടിൽ കിട്ടും. ഓൾ ഇന്ത്യ വഴി കഴിഞ്ഞ വർഷം 2ാം റൗണ്ടിൽ തന്നെ 1800 വരെ കിട്ടിയുള്ളൂ. അതെല്ലേ, ഫസ്റ്റ് റൗണ്ട് തന്നെ കിട്ടാൻ ചാൻസ് കിട്ടും. താങ്ക് യു സർ. താങ്ക് യു. പറയൂ. ഹലോ, കേൾക്കാമോ സാർ? കേൾക്കാം. അപ്പൊ എന്റെ പ്ലാന് 205 ഓൾ ഇന്ത്യ റാങ്ക്. ഓക്കെ. അപ്പൊ നമ്മള് പിന്നെ ഓപ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ജിപ്മർ ആണ്, പിന്നെ CMC വെല്ലൂരാണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ എയിംസ് ഭുവനേശ്വറാണ്. അപ്പൊ ജിപ്മറിന്റെ ചാൻസ് ഉണ്ട് സാർ? ജനറലാണോ? എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ നമുക്ക്? ഇല്ല. 205. എയിംസിന് 55 സീറ്റേ ഉള്ളൂ. അല്ലേ, എയിംസ് ഭുവനേശ്വർ കിട്ടും, CMC വെല്ലൂരും കിട്ടും. എയിംസ് CMC വെല്ലൂരും ജിപ്മറിനാണ് ഒരു സകല സാധ്യത കുറവ്. അത് നമുക്ക് അലോട്ട്മെന്റിൽ അവരുടെ എങ്ങനെയാണ് ഈ നോർത്ത് ഇന്ത്യൻസ് ജിപ്മർ ഓപ്റ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. കാരണം നമ്മുടെ ഈ സൗത്ത് ഇന്ത്യ എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന എയിംസ് ഡൽഹി കഴിഞ്ഞാൽ ജിപ്മർ ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് സാധ്യത കുറവാണെന്ന് തോന്നുന്നു. നോർത്ത് ഇന്ത്യൻസ് ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെ ഓപ്റ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. സെക്കൻഡ് റൗണ്ടിലൊക്കെ ജിപ്മർ കയറി വരാവുന്നതുമാണ്. കാരണം എയിംസ് ഡൽഹി തന്നെ 55 സീറ്റ് എയിംസ് ഡൽഹിയിൽ പോവും. ബാക്കിയുള്ള സീറ്റുകൾ ഇവിടെയും ജിപ്മറിലും 72 സീറ്റുകളോളം ഉണ്ട്. അപ്പം സെക്കൻഡ് റൗണ്ടിൽ ജിപ്മർ വരാവുന്നതാണ്. സെക്കൻഡ് റൗണ്ടിൽ തേർഡ് റൗണ്ടിൽ എന്താണേലും വരും. തേർഡ് റൗണ്ടിൽ ചിലപ്പോൾ ജിപ്മർ പുതുച്ചേരിയിൽ വേക്കൻസി കാണുകയില്ല. സെക്കൻഡ് റൗണ്ടിൽ ജിപ്മർ വരാവുന്നതാണ്. CMC വെല്ലൂരിന് വേണ്ടിയിട്ട് സാറിന് തമിഴ്നാടിന്റെ CMC വെല്ലൂര് ബോണ്ടുണ്ട്. 2 വർഷത്തെ ബോണ്ട് ചെയ്യണം. അതായത് സ്പോൺസർഷിപ്പ് വഴി അല്ലാതെ ഈ 12 സീറ്റ് വഴി എടുത്താലുണ്ടോന്നാണോ? സീറ്റ് വഴി എടുത്താലുണ്ടെന്നാണ് എൻ്റെ അറിവ്. എന്തായിരുന്നാലും തമിഴ്നാടിൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലിക്കേഷൻ വിളിക്കുമ്പം CMC വെല്ലൂരിൻ്റെതായിട്ടുള്ള സൈറ്റ് ഒന്നും കൂടെ നോക്കിയിട്ട് അവിടെ കമൻറ്റ് ബോക്സിൽ വരാം. 12 സീറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ബോണ്ട് ഉണ്ടെന്നുള്ളത് ഒന്നും കൂടെ സ്ഥിരീകരിച്ചിട്ട് പറയാം. ഇപ്പോൾ ഉറപ്പില്ല, ഉള്ളതായിട്ടാണ് അറിവ്. CMC വെല്ലൂരിൻ്റെ അഡ്മിഷൻ എടുക്കാനായിട്ട് അടുത്ത ആഴ്ച വരുന്ന tnhealth.tn.gov.in എന്ന വെബ്സൈറ്റ് വഴിയും പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളത് അറിയാമല്ലോ. ഓക്കെ സാർ. സീതാലക്ഷ്മി. ഹലോ സർ. പറയൂ. ഹലോ സർ. പിന്നെ നമ്മൾ അപ്ലിക്കേഷന്റെ കൂടെ സബ്മിറ്റ് ചെയ്ത് തന്നെയാണ് അഡ്മിഷൻ സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ സെയിം സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. കേരളയുടെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അതേ സർട്ടിഫിക്കറ്റുകൾ തന്നെ ആയിരിക്കണം കാണിക്കേണ്ടത്. അത് പിന്നെ ഓൾ ഇന്ത്യ ആണെങ്കിലും ഓൾ ഇന്ത്യക്ക് നമ്മൾ ഇതുവരെ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. നമ്മൾ എന്താണോ നമുക്ക് ആ സമയത്ത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, ആ സർട്ടിഫിക്കറ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ സാർ. അതേപോലെ തന്നെ ഈ എയിംസിന്റെ ഡിപ്പാർട്ട്മെന്റ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണോ? വേണ്ട. അതെല്ലാം അത് തന്നെയുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റി പോലെ തന്നെ അതാത് സ്വയംഭരണമുള്ള കോളേജുകളാണ്.
അത് തന്നെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കേണ്ട കാര്യമില്ല എയിംസിലോ ജിമ്മറിലോ ആണെങ്കിൽ. കഴിഞ്ഞ വർഷം ഡൽഹി എയിംസിലെ ലാസ്റ്റ് റാങ്ക് OBC 261 ശരി. അപ്പോൾ ഈ വർഷം എന്ന് പറഞ്ഞാൽ മൊത്തം നീറ്റ് സെലക്ഷൻ ആയതുകൊണ്ട് അപ്പൊ അതിനേക്കാൾ ഉയർന്ന പ്രവേശനം കിട്ടാൻ സാധ്യതയുണ്ടാണ്. അങ്ങനെ പറയാൻ നമുക്ക് ഇപ്പം എയിംസ് ഡൽഹി ആയി ഒത്തിരി ഒരേ വിൻഡോയിൽ കൂടി നടക്കുമ്പം ഈ എയിംസ് ഡൽഹി എല്ലാവരും ഓപ്ഷൻ വെക്കാനുള്ളത് കൊണ്ട് കൂടുതൽ സാധ്യത കുറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓപ്ഷൻ റാങ്ക് 260 കൂടാനുള്ള സാധ്യത ഉണ്ടാകാൻ വഴിയില്ല. ഇപ്പൊ കോഴിക്കോട് ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കോളേജ് ബേസിലോ സ്റ്റേറ്റ് ബേസിലോ കൊടുത്ത് കിട്ടുന്നതിൽ ഒത്തിരി വ്യത്യാസമുണ്ടോ? ഇല്ല, ഫീസിനോ നിയമങ്ങൾക്കോ വ്യത്യാസമില്ല. ഫസ്റ്റ് റൗണ്ടിൽ ഏത് റൗണ്ടിൽ കിട്ടും ഓൾ ഇന്ത്യ വഴി കോഴിക്കോട് കൊടുത്തിട്ട് നോക്കുക, ഇല്ലെങ്കിൽ സ്റ്റേറ്റ് റൗണ്ടിൽ എല്ലാ കോളേജും കൊടുത്തിട്ട് കോഴിക്കോട് എടുക്കുക. വ്യത്യാസമില്ല. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി. ഓക്കെ. ലക്ഷ്മി പറഞ്ഞോളൂ. കേൾക്കാം മോളെ, പറയൂ. 645 മാർക്ക്. ശരി. ഓക്കെ. കേരള റാങ്കാണോ മാഡം ഉദ്ദേശിച്ചത്? മാക്സിമം 750-800 റേഞ്ച് ആയിരിക്കാം. 750 റേഞ്ച് ആയിരിക്കും കേരള മെഡിക്കൽ റാങ്ക്. OBC റിസർവേഷൻ ഉണ്ട് താങ്കളെ. ഇവിടെ നമുക്ക് കാറ്റഗറീസ് തിരിച്ചാണ്. ഈഴവയാണോ മുസ്ലിമാണോ? ഓക്കെ. ഈഴവ റിസർവേഷൻ വെച്ചിട്ട് താങ്കൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തന്നെ നല്ല കോളേജ് കിട്ടുമല്ലോ. ഏത് കോളേജ് കിട്ടാനാണ് താങ്കൾ താല്പര്യം? തിരുവനന്തപുരത്ത് 573 ഈഴവ റിസർവേഷൻ വെച്ച് പോയിരിക്കുന്നത്. സാധ്യത കുറവല്ലേ? രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ തിരുവനന്തപുരം പോയിരിക്കുന്ന ഈഴവ കാറ്റഗറി റാങ്ക്, ഈഴവയുടെ ജനറൽ റാങ്ക് 573. അപ്പം എനിക്ക് തോന്നുന്നു സാധ്യത കുറവാണെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം കിട്ടും. ഓക്കെ, കോഴിക്കോടും കൂടെ ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടും. പിന്നെ ഈ നീറ്റിൻ്റെ റാങ്ക് നിങ്ങൾ പറയുമ്പം പല കുട്ടികളും വിളിക്കുമ്പോൾ കാറ്റഗറി റാങ്കാണ് പറയുന്നത്. കാറ്റഗറി റാങ്ക് അതാത് കാറ്റഗറിയിൽ ഇപ്പോൾ UR ആണെങ്കിൽ OBC വിഭാഗങ്ങളും SC/ST മാറിയിട്ട് ജനറൽ എത്രാമത്തെ ആളാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, കാറ്റഗറി റാങ്ക് ആണെങ്കിൽ ഇപ്പം OBC ആണെങ്കിൽ അല്ലെങ്കിൽ EWS ആണെങ്കിൽ കാറ്റഗറി റാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാറ്റഗറിയിൽ എത്രാമത്തെ ആളാണെന്ന് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടല്ല അലോട്ട്മെൻറ്റ് നടക്കുന്നത്. AIR ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ടാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. ഓരോ കാറ്റഗറിയുടെയും റാങ്ക് ലിസ്റ്റ് പറയുമ്പോഴും കേരള അലോട്ട്മെൻറ്റ് വഴിയാണെങ്കിലും ലാസ്റ്റ് റാങ്ക് കിടക്കുന്നത് കാറ്റഗറി റാങ്ക് അല്ല കിടക്കുന്നത്, നിങ്ങളുടെ AIR ഓൾ ഇന്ത്യ റാങ്കാണ്. കേരള മെഡിക്കൽ റാങ്ക് ആണെങ്കിൽ നിങ്ങളുടെ ജനറൽ റാങ്കാണ് ഓരോ ലിസ്റ്റിലും കാണിച്ചിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാറ്റഗറി റാങ്ക് ആ കാറ്റഗറിയിൽ എത്രാമത്തെ ആളാണെന്നറിയാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. തീർച്ചയായും അതെ, സെക്കൻഡിലേ കിട്ടുകയുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ സർ. നമസ്തേ, പറയൂ. സർ, എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 859 ആണ്. ഓക്കെ. എനിക്ക് ജിപ്മർ പോണ്ടിച്ചേരി നോക്കാനായിരുന്നു. ശരി. അപ്പം എനിക്കത് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടില്ല തോന്നുന്നു. അതെ. സെക്കൻഡിലും. ശരി. റിസർവേഷൻ ഉണ്ടോ? അപ്പൊ അത് OBC ആണ്. ശരി 235. ശരി. അപ്പൊ എനിക്ക് കേരളത്തിൽ ഇപ്പം കോഴിക്കോട് ആയിരിക്കും. അപ്പം ശരി. അതിൽ അഡ്മിഷൻ എടുത്താലും എനിക്ക് ഫസ്റ്റും സെക്കൻഡും ഓൾ ഇന്ത്യ കിട്ടിയില്ലെങ്കിൽ തേർഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. താങ്കൾ ചെയ്യേണ്ടത്, താങ്കൾക്ക് ജിപ്മറിലാണ് ഏറ്റവും അധികം ആഗ്രഹമുള്ളത്. അതുകൊണ്ട് ഓൾ ഇന്ത്യ കോട്ടയുടെ 2 റൗണ്ടിലും ജിപ്മർ വെക്കുക. കേരള വഴി താങ്കൾ അലോട്ട്മെൻറ്റ് എടുക്കുക. കേരള അലോട്ട്മെൻറ്റ് വഴി താങ്കൾ ഏത് അലോട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ജിപ്മറിൻ്റെ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വഴി താങ്കൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എപ്പോൾ കിട്ടിയാലും ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് അങ്ങോട്ട് പോകാം. ഇവിടുത്തെ ആ സീറ്റുകൾ പിന്നെ സ്പോട്ട് അഡ്മിഷൻ വഴി ഫില്ല് ചെയ്യും. ഓൾ ഇന്ത്യ വഴി താങ്കൾ ജിപ്മർ മാത്രമേ വെക്കാവുള്ളൂ. പിന്നെ എൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ് ഓക്കെ. മാസം വാലിഡിറ്റി കഴിയുന്നതാണ്. കേരളത്തിന് വേണ്ടിയിട്ടാണോ? കീമിന് വേണ്ടിയിട്ടാണോ? കേരളത്തിന്. ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പോൾ എൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ് ഞാൻ അഡ്മിഷന്റെ ടൈം ആകുമ്പോൾ വേറെ എടുക്കണോ?
യഥാർത്ഥത്തിൽ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇല്ലാത്തപ്പോഴാണ് കേരള നോട്ടിഫിക്കേഷൻ അന്ന് വന്നത്, ഫെബ്രുവരിയിൽ വന്നത്. അപ്പോൾ പറഞ്ഞത് അഡ്മിഷൻ സമയത്ത് വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് എന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാ സർട്ടിഫിക്കറ്റുകൾക്കും 1 വർഷമാണ് വാലിഡിറ്റി. അതുകൊണ്ട് ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്ത സർട്ടിഫിക്കറ്റുകൾക്കൊന്നും വാലിഡേഷൻ കഴിയേണ്ട സമയമായില്ല. വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ് വേണമെന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. എന്റെ കുറച്ച് നേരത്തെ എടുത്തതായിരുന്നു. ഓക്കെ ഓക്കെ നവംബറിൽ എടുത്തതാണ്. അപ്പൊ ഞാൻ ഓക്കെ, വേറെ എടുക്കണമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും വാലിഡ് ആയിട്ടുള്ള എടുക്കണം. ഓക്കെ സർ, താങ്ക് യു. അവിടെ താങ്കൾക്ക് ഈ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ട് അവിടെ ഈ ഇപ്പോൾ കേരള വഴിയാണെങ്കിൽ OBC ആയതുകൊണ്ട് ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. അവിടെ നമുക്ക് ഫീസ് റിസർവേഷൻ, ഫീസ് കൺസെഷൻ ഒന്നും ഇൻകം സർട്ടിഫിക്കറ്റിന് ഇല്ല. താങ്കളുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് മാത്രം വാലിഡ് അയച്ചാൽ മതി. അത് വാലിഡ് ആണ് സർ. അത് മതി. ഇൻകം സർട്ടിഫിക്കറ്റ് വെച്ച് യാതൊരു ബെനിഫിറ്റും ഇല്ല കേരള മെഡിക്കലിന്. ഓക്കെ സർ, ശരി ശരി. ഗായത്രി. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. എന്റെ ഓൾ ഇന്ത്യ റാങ്ക് 1032 ആണ്. 1032. ഓക്കെ. OBC കാറ്റഗറിയാണ്. ശരി 290 റാങ്ക് ഉണ്ട്. ശരി സർ, ഞാൻ എയിംസിൽ പോകാനാണ് താല്പര്യപ്പെടുന്നത്. ശരി. OBC റാങ്ക് എത്രയാണ്? 290. ഓക്കെ. അപ്പം എയിംസ് താങ്കൾ രണ്ടാമത് വെക്കുന്ന എയിംസ് ഏതാണോ? എയിംസ് ഡൽഹി കഴിഞ്ഞിട്ട് താങ്കൾ ഏതാണോ എയിംസ് വെക്കുന്നത്? ഭുവനേശ്വറോ ഭോപ്പാലോ ജോധ്പൂർ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യത്തെ എയിംസ് ഡൽഹി കഴിഞ്ഞിട്ട് വെക്കുന്ന ഏത് ഓപ്ഷനാണോ അവിടെ കിട്ടും. ആ, ഏത് കോളേജാണ് വേണ്ടതെന്നുള്ളത് ആ കുട്ടികളുടെ വീഡിയോകളൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ താങ്കൾ ഏതൊക്കെ രീതിയിൽ അന്വേഷിക്കാമോ ആ കോളേജുകളെക്കുറിച്ച് അറിഞ്ഞിട്ട് താങ്കൾ എയിംസിൻ്റെ ഏത് വേണം, ഭുവനേശ്വർ വേണോ, ഭോപ്പാൽ വേണോ, ജോധ്പൂർ വേണോ, അല്ലെങ്കിൽ ഋഷികേശ്, റായ്പൂർ, പഴയ എയിംസ് ഏത് വേണമെങ്കിലും താങ്കൾക്ക് ഓപ്റ്റ് ചെയ്യാം. രണ്ടാമത് വെക്കുന്നിടത്ത് കിട്ടും. മിക്കവാറും 90% സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. ശരി. ഹലോ, പറയൂ, കേൾക്കാം. എന്റെ മകന് ഖമറിന് വേണ്ടിയിട്ടാണ്. അവന്റെ റാങ്ക് 1313 ആണ്. ശരി. ഓൾ ഇന്ത്യ റാങ്ക് 1313. ഓൾ ഇന്ത്യ റാങ്ക് 1313. മാർക്ക് 670. ഓക്കെ ഓക്കെ. ജനറൽ കാറ്റഗറിയാണ്. ശരി. അപ്പോ നമ്മുടെ എന്റെ പ്രിഫറൻസ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിലും ശരി, ജിപ്മറിലോ എയിംസ് ഡൽഹിയിലോ കിട്ടുകയാണെങ്കിൽ എടുക്കാവുന്നുണ്ട്. അപ്പോ അത് എങ്ങനെ നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഓൾ ഇന്ത്യ റൗണ്ടിൽ, ഓൾ ഇന്ത്യ കോട്ടയിൽ രണ്ടിനകത്തും താങ്കൾ എയിംസ് ഡൽഹി, എയിംസ് ജിപ്മർ, പിന്നെ മൂന്നാമതായിട്ട് കോഴിക്കോടും ഓപ്ഷൻ വെക്കുന്നു. സ്റ്റേറ്റ് കോട്ട വഴി താങ്കൾ ആദ്യത്തെ റൗണ്ടിൽ താങ്കൾക്ക് കിട്ടാൻ സാധ്യതയില്ല. രണ്ടാമത്തെ റൗണ്ടിൽ കേരളത്തിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ താങ്കൾ കോഴിക്കോട് എടുക്കുക. വീണ്ടും ഓൾ ഇന്ത്യ കോട്ടയുടെ രണ്ടാം റൗണ്ടിൽ എയിംസും ജിപ്മറും മാത്രം ഓപ്ഷൻ വെക്കുക. മൂന്നാമത്തെ റൗണ്ടിലും വീണ്ടും ഓപ്ഷൻ വെക്കുക. മൂന്നാമത്തെ റൗണ്ടിൽ നമുക്ക് വീണ്ടും അത് എവിടെ നോക്കുന്നോ അലോട്ട്മെൻറ്റ് നമുക്ക് വീണ്ടും ഓപ്ഷൻ കൊടുക്കാനുള്ള അർഹത ഉണ്ടാവും. കേരള വഴി താങ്കൾ കോഴിക്കോട് അഡ്മിഷൻ എടുക്കുക. എയിംസിൻ്റെ ഓൾ ഇന്ത്യ കോട്ടയുടെ എല്ലാ റൗണ്ടുകളിലും എയിംസും ജിപ്മറും ഓപ്ഷൻ കൺഫേം ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് റൗണ്ടില് ഞാൻ കാലിക്കറ്റ് എടുത്തു കഴിഞ്ഞാല് ഓൾ ഇന്ത്യ വഴിയോ? പിന്നെ ഓൾ ഇന്ത്യ വഴി ഇല്ല, താങ്കൾ അവിടെ ഫ്രീ എക്സിറ്റ് എടുക്കാവുള്ളൂ. ഓൾ ഇന്ത്യ കോട്ട വഴി താങ്കൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ കോഴിക്കോട് കിട്ടിയാൽ താങ്കൾ അവിടെ ഫ്രീ എക്സിറ്റ് എടുക്കുക. ശരി ശരി. ഹലോ, പറയൂ മോളെ, കേൾക്കാം. സർ, എന്റെ ഓൾ ഇന്ത്യ റാങ്ക് 4536 ആണ്. ശരി. അപ്പൊ ഞാൻ ഓൾ ഇന്ത്യ ചെയ്യുമ്പം തമിഴ്നാട്ടിലേക്ക് താങ്കൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ ഓപ്ഷൻ വെക്കുമ്പോൾ തമിഴ്നാട് വെക്കേണ്ടി വരുമെന്നാണോ? തീർച്ചയായിട്ടും താങ്കൾ ഫസ്റ്റ് റൗണ്ടിൽ താങ്കൾക്ക് കേരളത്തിൽ പഠിക്കാനാണോ അതോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ? കേരളമാണ്. അപ്പോൾ താങ്കൾ ഫസ്റ്റ് റൗണ്ടിൽ ഓൾ ഇന്ത്യ വഴി ഫില്ല് ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ കോളേജുകൾ മാത്രം വെക്കുക. അത് കഴിഞ്ഞിട്ട് കേരള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് താങ്കൾ കേരളത്തിൻ്റെ MBBS വെക്കുന്നു. അപ്പോഴത്തേക്കും കേരള മെഡിക്കൽ റാങ്കും താങ്കളുടെ ലാസ്റ്റ് റാങ്കും കാണാം. അവിടെ എന്തെങ്കിലും താങ്കൾക്കൊരു അപകടം തോന്നിയാൽ, അല്ല ബ്രിം ആണെന്ന് തോന്നിയാൽ
രണ്ടാമത്തെ റൗണ്ട് ഓൾ ഇന്ത്യ കൊടുക്കുമ്പോൾ തമിഴ്നാടും കർണാടകയും കൊടുക്കുക. ഫസ്റ്റ് റൗണ്ട് 650 ആയിരിക്കും മോളെ. എല്ലാ കോളേജും വെച്ചാ 10 കോളേജും വെച്ചാൽ കിട്ടും. ഏതാ കിട്ടാൻ സാധ്യത? അത് താങ്കൾ ഓപ്ഷൻ വെക്കുന്നതനുസരിച്ചിരിക്കും. അതായത് നമ്മൾ ആലപ്പുഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളം, മഞ്ചേരി, പാരിപ്പള്ളി, പരിയാരം, ആ കോളേജുകളിൽ താങ്കൾ ആദ്യം ഏതാണോ വെക്കുന്നത് അവിടെ കിട്ടും. ഈ ഓൾ ഇന്ത്യ വഴിയാണോ കേരളത്തിൽ കിട്ടാൻ എളുപ്പം, കേരള വഴിയാണോ? രണ്ടും ഒരുപോലെ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ കേരള വഴിയായിരിക്കും താങ്കൾക്ക് ആദ്യം കിട്ടുന്നത്. രണ്ടു വഴിയും കേരള കിട്ടുകയും ചെയ്യും. അതായത് രണ്ടാമത് ഓൾ ഇന്ത്യ കിട്ടുമ്പോ രണ്ടാമത് അപ്ലൈ ചെയ്ത് താങ്കൾക്ക് കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി. ആ കോളേജിനേക്കാളും മുകളിലുള്ള താങ്കളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള നല്ല കോളേജുകൾ മാത്രം, കോളേജ് നല്ല എന്നല്ല ഉദ്ദേശിച്ച് താങ്കളുടെ ഓപ്ഷൻ, ഹയർ ഓപ്ഷൻസ് മാത്രം ഓൾ ഇന്ത്യയുടെ രണ്ടാം റൗണ്ടിൽ കൊടുക്കാവുള്ളൂ. ഓൾ ഇന്ത്യ റൗണ്ടിന്റെ സെക്കൻഡ് റൗണ്ടിൽ കൊടുക്കുമ്പോൾ എല്ലാ കോളേജുകളും കൊടുക്കേണ്ട ആവശ്യമില്ല. ശരി. ഹലോ, പറയൂ മോളെ, കേൾക്കാം. സർ, ഇപ്പം ഒരു ന്യൂസ് ജിബ്മറിലെ MBBS സീറ്റ്സ് ഇൻക്രീസ് ചെയ്തു. അതെ, കൂട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഓൾ ഇന്ത്യ റാങ്ക് 625 ആണ്. ക്ലിയർ ആയില്ല? 625. ഓക്കെ. ജനറലാ? അതെ. അപ്പം ജിബ്മറിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? നമ്മൾ ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ സദേൺ സ്റ്റേറ്റുകാരെല്ലാം തന്നെ എയിംസ് ഡൽഹി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിപ്മർ കൊടുക്കാനാണ് സാധ്യത. അതുകൊണ്ട് ജിപ്മറിനാണ് താങ്കൾ സാധ്യതയെങ്കിൽ ഓൾ ഇന്ത്യ വഴി ജിപ്മർ തന്നെ വീണ്ടും ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും എടുത്തിട്ട് കേരള വെച്ച് അലോട്ട്മെൻറ്റ് എടുക്കുക. തേർഡ് റൗണ്ടിൽ താങ്കൾ നോക്കുക. തീർച്ചയായിട്ടും ഒരു സാധ്യതയുണ്ട്. പിന്നെ സർ, ഈ റാങ്കിന് കേരള റാങ്ക് ഉണ്ടോ? കേരള റാങ്ക് എത്ര ഉണ്ടാവും? 140 അല്ലെങ്കിൽ മാക്സിമം 140 ആ റേഞ്ച്. മോളുടെ മാർക്ക് എത്രയാണ്? 680. ബ്രില്യൻറ്റിൽ 91 കുട്ടികളാണുള്ളത്. ഏതാണ്ട് വെളിയിൽ നിന്ന് 40 പേരെയും കൂടെ പ്രതീക്ഷിക്കുന്നു. ഒരു 130, 150 റേഞ്ചിലായിരിക്കും ഏറ്റവും കൂടിപ്പോയാൽ. ഓക്കെ. ഹലോ സർ, കേൾക്കാവോ? കേൾക്കാം, പറയൂ. സർ, ഞാനിപ്പോ എഞ്ചിനീയറിംഗ് എനിക്ക് ഓൾറെഡി റാങ്ക് കിട്ടിയിരുന്നു. അത് ഇത് കിട്ടിയില്ലെങ്കിൽ കൊടുത്തതായിരുന്നു. ശരി. അപ്പൊ എനിക്കിനി അവിടെ ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ്? ഓൾ ഇന്ത്യ റാങ്ക് 3602. ഓക്കെ. അപ്പോൾ താങ്കൾക്ക് എന്താണേലും ഗവൺമെൻറ് MBBS ആണല്ലോ പോകുന്നത്. അതുകൊണ്ട് എഞ്ചിനീയറിംഗിൻ്റെ ഇനി വരുന്ന അലോട്ട്മെൻറ്റിൽ 22-ാം തീയതി വരുന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. താങ്കളുടെ മെഡിക്കലിനെ ബാധിക്കുകയില്ല. എഞ്ചിനീയറിംഗ് സ്ട്രീം മാത്രമേ ക്യാൻസലായി പോവുകയുള്ളൂ. മെഡിക്കലിന് ഓപ്ഷൻ കൊടുത്തിട്ട് താങ്കൾക്ക് അങ്ങോട്ട് മാറാം. ഈ 8600 രൂപ താങ്കൾ അടച്ചിരിക്കുന്നത് MBBS മാറും. 25,000 ബാക്കി ഫീസ് മാത്രം അടച്ചാൽ മതിയാവും. പോയി ചേരാതിരിക്കുന്നതാണ് നല്ലത്. റിസർവേഷൻ ഉണ്ടോ അതോ ജനറലാണോ? ജനറലാണ്. സാധ്യത കുറവാണെന്ന് തോന്നുന്നു. ക്ലിയർ ആയില്ല? കേരള റാങ്ക് 3000, അതായത് കേരള റാങ്ക് 500, 550 അടുത്തായിരിക്കും വരുന്നത്. അപ്പൊ എനിക്ക് കോട്ടയം ജനറൽ അല്ലേ മോളെ? തിരുവനന്തപുരവും കോഴിക്കോടും കോട്ടയവും ബ്രിമ്മാണെന്ന് തോന്നുന്നു. കിട്ടാൻ സാധ്യത ഇല്ലെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന ഓപ്ഷൻ ആയിരിക്കും കിട്ടാൻ സാധ്യത. താങ്കൾക്ക് ഓൾ ഇന്ത്യ വഴി കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുമുണ്ട്, അത് ശ്രദ്ധിക്കണം.
നമുക്ക് ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ട് കൊടുക്കുമ്പോൾ കൊടുക്കാതിരിക്കരുത്. കഴിഞ്ഞ വർഷം 4341 വരെ 4341 വരെ ഓൾ ഇന്ത്യ വഴി കോട്ടയം കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേരള റാങ്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് റൗണ്ടിൽ 568 വരെ കിട്ടിയിട്ടുണ്ട്. ഓ ഓ സാർ അതുപോലെ അതിപ്പോ റൗണ്ട് അതായത് ഓൾ ഇന്ത്യയിൽ സെക്കൻഡ് റൗണ്ട് പോകുന്ന സമയത്ത് കേരള നമ്മൾ പ്രിഫർ ചെയ്യുന്ന ക്ലിയർ ആയില്ല. ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന കോളേജ് മാത്രം വെക്കാവുള്ളൂ. അതായത് കേരള ഫസ്റ്റ് റൗണ്ടിൽ തന്നെ താങ്കൾക്ക് ഗവൺമെന്റ് MBBS കിട്ടും. മാത്രമേ ഓൾ ഇന്ത്യ വെക്കാവുള്ളൂ. ഇപ്പം താങ്കളുടെ ഓപ്ഷൻ അനുസരിച്ചാണെങ്കിൽ തിരുവനന്തപുരം, കോഴിക്കോടും കോട്ടയവും കഴിഞ്ഞിട്ട് താങ്കൾ തൃശ്ശൂരാണ് വെക്കുന്നത്, ആലപ്പുഴയാണ് വെക്കുന്നതെങ്കിൽ താങ്കൾ കേരള അലോട്ട്മെന്റ് വഴി കിട്ടുന്നത് തൃശ്ശൂരോ ആലപ്പുഴയോ ഏതാണ് നാലാമതായിട്ട് വെക്കുന്ന ആ ഓപ്ഷൻ ആയിരിക്കും കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ വരുമ്പോൾ താങ്കൾ തിരുവനന്തപുരം, കോഴിക്കോടും കോട്ടയവും മാത്രം വെച്ചാൽ മതിയാവും. ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് പിന്നെ വേക്കൻസി വരുന്നവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. താങ്കൾക്ക് എയിംസ് ഭുവനേശ്വർ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴി താങ്കൾ സെക്കൻഡ് റൗണ്ടിൽ ഭുവനേശ്വർ മാത്രം വെക്കുക. എന്നിട്ട് കേരള അലോട്ട്മെന്റ് വഴി താങ്കൾ കോട്ടയം എടുത്തിട്ട് അല്ലെങ്കിൽ ആലപ്പുഴ, തൃശ്ശൂരോ എടുത്തിട്ട് മൂന്നാമത്തെ റൗണ്ടിൽ വീണ്ടും ഭുവനേശ്വർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല 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 കുഴപ്പമുണ്ടാവില്ല. തീർച്ചയായിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ഞങ്ങൾ വിചാരിച്ചതുപോലെ അല്ല എല്ലാ കുട്ടികളും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ജനറൽ ആയിട്ടുള്ള ഡൗട്ടുകൾ മാത്രമേ ഉണ്ടാവുന്നുള്ളതാണ്. എല്ലാ കുട്ടികളും തന്നെ ഇപ്പോഴും ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. നമുക്ക് വീണ്ടും ഒരു ലൈവ് സെഷൻ തീർച്ചയായിട്ടും ഞങ്ങൾ വരാം ജനറൽ ആയിട്ടുള്ള കൗൺസിലിംഗ് ഡൗട്ടുകൾക്ക് വേണ്ടിയിട്ട്. 5 മിനിറ്റും കൂടെ ഞങ്ങൾക്ക് ഈ സെക്ഷൻ ഞങ്ങൾ മറ്റുള്ളവരോട് കുട്ടികൾക്ക് മെസ്സേജ് അയച്ചു പോയി. അതുകൊണ്ട് 5 മിനിറ്റും കൂടെ ഞങ്ങൾക്ക് ഈ സെക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിൻ്റെ റെക്കോർഡിംഗ് നാളെ അപ്ലോഡ് ചെയ്യുന്നതും ഓൾ ഇന്ത്യ കോട്ടയുടെയും കേരളയുടെയും ഈ മാർക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെ നമ്മുടെ കേരള മെഡിക്കൽ റാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓൾ ഇന്ത്യ MCCയുടെ സൈറ്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ESI IP വാർഡിൻ്റെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, AFMCയുടെ സൈറ്റിൽ പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ, ഇതിൻ്റെ പ്രത്യേക സെക്ഷൻസ് യൂട്യൂബ് വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ തരികയും ചെയ്യാം. ഈ സെഷൻ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഹലോ സർ, പറയൂ, കേൾക്കാം. ഓക്കെ, 697. മാർക്ക് എത്ര മോളെ? 646. ശരി. ശരി. അല്ല, വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. 646 താങ്കളുടെ മാർക്ക്. താങ്കൾക്ക് AFMC ആണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലേ, ഓൾ ഇന്ത്യ വഴി? ഷോർട്ട് ലിസ്റ്റ് വരാൻ ഗേൾ ആയതുകൊണ്ട് തീർച്ചയായും സാധ്യതയുണ്ട്. താങ്കൾ ഓൾ ഇന്ത്യ വഴി AFMC വെക്കുക. കേരള അലോട്ട്മെന്റ് വഴി താങ്കൾക്ക് ബാക്കി വെക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് അവിടെ AFMC വെച്ച് ഷോർട്ട് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാലും ഇനി താങ്കൾ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും താങ്കൾക്ക് വീണ്ടും ഓൾ ഇന്ത്യ കോട്ടയും കേരള വഴിയും കൊടുക്കാനുള്ള അവസരം കിട്ടും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ താങ്കൾ വരാനുള്ള സാധ്യത കുറവായിരിക്കും മോളെ. 800, 750, 800 റേഞ്ച് ആയിരിക്കില്ലേ നമ്മൾ കേരള മെഡിക്കൽ റാങ്ക് വരുന്നത്. അപ്പം കേരള ഫസ്റ്റ് റൗണ്ടിൽ ഗവൺമെന്റ് വരാൻ സാധ്യത കുറവായിരിക്കും. താങ്കൾ AFMC ഫസ്റ്റ് റൗണ്ടിൽ AFMCയുടെ കൂട്ടത്തിൽ മാക്സിമം ഓൾ ഇന്ത്യ സീറ്റുകൾ വെക്കേണ്ടി വരും. ശരി. ഹലോ, പറയൂ, കേൾക്കാം. ഹലോ സാർ, എന്റെ ഓൾ ഇന്ത്യ റാങ്ക് 4038 ശരി. ജനറൽ കാറ്റഗറിയാണ്. ഓക്കെ. അപ്പൊ എനിക്ക് കേരള അലോട്ട്മെന്റിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ടോ, ഓൾ ഇന്ത്യ കോട്ടയിലാണോ കിട്ടാൻ സാധ്യത?
താങ്കളുടെ ഓൾ ഇന്ത്യ കോട്ടയിൽ താങ്കൾക്ക് ഷുവർ സീറ്റാണ്. അതുകൊണ്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ താങ്കൾ കേരളം കഴിഞ്ഞിട്ട് തമിഴ്നാടും കർണാടക ഏതൊക്കെയാണ് താങ്കൾ ഓപ്ഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കേരള അലോട്ട്മെൻറ്റിൽ താങ്കൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ ഏതാണ്ട് 600-650 റേഞ്ചാണ് റാങ്കാണ് കേരള മെഡിക്കൽ റാങ്ക് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജുകൾ വരാവുന്നതാണ്. പക്ഷേ അവിടെ നമ്മൾ റിസ്ക് എടുക്കേണ്ടതില്ല. ഫസ്റ്റ് റൗണ്ടിൽ ചേർന്ന് ഫസ്റ്റ് റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് വന്ന് പിന്നെയും ചേരാനുള്ള സമയത്തിനിടയ്ക്ക് തന്നെ കേരള മെഡിക്കൽ റാങ്ക് വരും. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് 600 അകത്താണെങ്കിൽ കേരള വഴി നമുക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലോ. അതുകൊണ്ട് ഫ്രീ എക്സിറ്റ് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് റൗണ്ടിൽ റിസ്ക് എടുക്കണ്ട. താങ്കൾ ഓൾ ഇന്ത്യയുടെ മാക്സിമം ഓപ്ഷൻ കൊടുക്കുന്നതാണ് നല്ലത്. തമിഴ്നാടും കർണാടകവും കൊടുക്കുന്നതാണ് നല്ലത്. കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജ് കിട്ടാൻ സാധ്യത? തൃശ്ശൂരാണോ ആലപ്പുഴയാണോ അല്ലെങ്കിൽ താങ്കൾ ഏതാണ് അവിടെ പ്രയോറിറ്റി വെക്കുന്നതെന്നനുസരിച്ചിരിക്കും. തൃശ്ശൂർ, ആലപ്പുഴ, പരിയാരം അങ്ങനെ കോളേജുകളിൽ പ്രയോറിറ്റി ആദ്യം വെക്കുന്ന കോളേജ് വരും. ട്രിവാൻഡ്രം കിട്ടാൻ സാധ്യതയുണ്ടോ സെക്കൻഡ് അലോട്ട്മെന്റിൽ? ഇതുവരെയുള്ള അലോട്ട്മെന്റുകളിൽ അത്രയും വന്നിട്ടില്ല. റിസർവേഷൻ ഉണ്ടോ എന്തെങ്കിലും? ഇല്ല, ജനറൽ കാറ്റഗറി. അത്രയും റാങ്ക് വന്നിട്ടില്ല. നമ്മുടെ ഓപ്ഷൻസ് എല്ലാം കേരളത്തിലെ കുട്ടികൾ ആദ്യം വെക്കുമ്പോൾ തിരുവനന്തപുരം, കോഴിക്കോട് ഒരു ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കാവുന്നതാണല്ലോ നമ്മൾ സാധാരണ കാണാറുള്ളത്. അതുകൊണ്ട് അത് വരാനുള്ള സാധ്യത ഇതുവരെ വന്നിട്ടില്ല. മൊത്തത്തിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? ഏതിൻ്റെ? ഓൾ ഇന്ത്യയുടെയോ അതോ കേരളയുടെയോ? കേരളയുടെ സ്പോട്ട് അഡ്മിഷൻ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കേരളയുടെ സ്പോട്ട് അഡ്മിഷൻ നടക്കുമ്പം ഒരു ഗവൺമെൻറ്റിൽ നിന്ന് മറ്റൊരു ഗവൺമെൻറ്റിലോട്ട് മാറ്റാൻ അനുവദിക്കുകയില്ല. സെൽഫിൽ നിന്ന് ഗവൺമെൻറ്റിലോട്ട് മാറ്റാനേ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്പോട്ട് അഡ്മിഷൻ തിരുവനന്തപുരം കിട്ടാനുള്ള സാധ്യതയില്ല. ഈ ലൈവ് സെഷൻ ഞങ്ങൾ അവസാനിപ്പിക്കുന്നതാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും അഭിനന്ദനങ്ങളും. നമസ്തേ.